നീതിന്യായ വ്യവസ്ഥയും അതിന്റെ ഡീറ്റെയിൽസ് കൂടെയാണ് നമുക്കിനി ഈ ഒരു പാർട്ടിൽ നോക്കാനുള്ളത്. അത് നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിട്ടുകളെ നോക്കി. റിട്ടുകൾ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വഴിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വഴിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞാൻ ജസ്റ്റ് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ആക്റ്റീവായിട്ടിരിക്കുക. ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്? 4-ാം ഭാഗത്തിൽ. ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? നിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? ഓക്കെ, 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ ഏകീകൃത സിവിൽ കോഡ് പറയുന്ന വകുപ്പ് ഏതാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് പറയുന്ന ആർട്ടിക്കിൾ 44 ആണ്. ആർട്ടിക്കിൾ 44 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 44. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ നമ്മുടെ കേരളത്തിലെല്ലാം മദ്യം നിരോധിച്ചത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മുടെ കേരളത്തിൽ മദ്യനിരോധനം നടത്തിയത്? 47. ഓക്കെ, നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ ഒരു പൗരൻ്റെ അവകാശങ്ങളിൽ തന്നെ നമുക്ക് ഇനിയും നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന ഇവ മാത്രമല്ല നമ്മുടെ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. പൗരൻ്റെ അവകാശങ്ങളിൽ പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് അതിന് വോട്ട് ചെയ്യുന്നതിനെ പറ്റിയും അതിൻ്റെ പ്രചരണവും മറ്റുമൊക്കെ നടക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ എല്ലാം ഒരു അവകാശം എന്നാണ് എന്തെന്ന് പറയുന്നത്, ഒരു പൗരന്റെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് നമ്മുടെ ഈ ഒരു വോട്ടവകാശം എന്ന് പറയുന്നത്. അതായത് വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് വോട്ടവകാശത്തെക്കുറിച്ചാണ്. വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, വോട്ടവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? വോട്ടവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് പ്രതിനിധീകരിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഭാഗമാണ് ഞാൻ ചോദിച്ചത്. ഭാഗം. ആർട്ടിക്കിൾ 326 അല്ല ജസ്റ്റിനെ. നമ്മുടെ ഭരണഘടനയില് ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഭരണഘടനയിലെ വോട്ടവകാശത്തെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്യേണ്ടത് ഏത് ഭാഗം എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഏത് ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഞാൻ എന്താ ഒരു സ്ലൈഡ് കാണിച്ചു തരാം, നിങ്ങൾ ഇത് നോക്കിയിട്ട് പറ ഏത് ഭാഗത്താ പ്രതിപാദിച്ചിരിക്കുന്നത്. റിൻഷി പാർട്ട് 5 അല്ല. ആര്യ പറഞ്ഞു, എസ് ലക്ഷ്മി പറഞ്ഞു, സാരംഗി പറഞ്ഞു, രമ്യ പറഞ്ഞു. പാർട്ട് 15 പാർട്ട് 15. ഞാൻ ചുമ്മാ ചോദിച്ചതാ. പാർട്ട് 15. പാർട്ട് 15 നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ വോട്ടവകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 15 നമ്മുടെ വോട്ടവകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത്? വോട്ടവകാശം എന്ന് പറയുന്നത്. നമ്മുടെ ഈ വോട്ടവകാശം എന്ന് പറയുന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗമോ എന്തെങ്കിലും ഒരു ഭാഷയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ലിംഗത്തിന്റെ പുറത്തോ ഇങ്ങനെ ഒന്നും, ഒരു പ്രദേശത്തിന്റെ വ്യത്യാസങ്ങളോ ഇങ്ങനെ ഒന്നുമില്ലാതെ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അതായത് വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ആ ഒരു
ഇതിനെയാണ് നമ്മൾ വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശത്തിൽ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ജാതി മത വർഗ ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രായപൂർത്തിയായിട്ടുള്ള പ്രായം തികഞ്ഞ, അതായത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മുടെ വോട്ടവകാശത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാതലായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചോ അങ്ങനെയൊന്നും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പ്രധാനമായിട്ടും വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും നോക്കാനുള്ളത്. ഓക്കെ, വോട്ടവകാശത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 15 ആണ്. വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 15 ആണ്. ആർട്ടിക്കിൾ 324 മുതൽ 329A ആണ് ഭരണഘടനയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 324 മുതൽ 329A വരെയാണ്. 324 മുതൽ 329A വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 324 ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 324 ആർട്ടിക്കിൾ 324. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 324 നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243. ഓക്കെ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 324 എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 243K ആണ്. 243K ആണ്. ഓക്കെ, അപ്പം വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള പാർട്ടാണ്. പാർട്ട് 15 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ഭാഗമാണ്. ആർട്ടിക്കിൾ 324 മുതൽ 329A വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ട് 15 എന്ന് പറയുന്നത്. ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 324, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ സാർവത്രിക വോട്ടിംഗ് പ്രായം. എന്താണ് സാർവത്രിക വോട്ടിംഗ് പ്രായം എന്ന് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തിയായ എല്ലാവർക്കും, വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒന്നിന്റെയും പേരിൽ നമുക്ക് ഒന്നും മാറ്റി നിർത്താൻ പറ്റാതെ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ, അവകാശത്തെയാണ് എന്തെന്ന് പറയുന്നത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഈ ആർട്ടിക്കിൾ 326 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നത്. ആർട്ടിക്കിൾ 326 നമുക്ക് എന്ത് പറഞ്ഞു തരുന്നത്, ഭരണഘടനയിലെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ നൽകുന്നത് ഭരണഘടന ഭാഗം 15 326 ആർട്ടിക്കിളാണ്. നമുക്ക് വേണ്ട പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പ്രിലിംസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ആർട്ടിക്കിൾ 326 സാർവത്രിക വോട്ടവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ആർട്ടിക്കിൾ 326. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇപ്പോ നിലവിലെ വോട്ടിംഗ് പ്രായം എത്ര വയസ്സാണ്? എല്ലാരും കമന്റ് ചെയ്തേ. നിലവിലെ വോട്ടിംഗ് വയസ്സ് 18. ഇവിടെയുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ക്ലാസ്സിലുള്ള പ്രിയെ 17 വയസ്സാണോ? സ്ഥലം ഏതാണ് പ്രിയ? ഓക്കെ. അപ്പോ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സ്. ഓക്കെ, നിലവിലെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. എന്നാൽ നമ്മുടെ ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1960
1950 ജനുവരി 26, 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന വരുന്ന സമയത്ത്, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മുടെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. പക്ഷേ ഇതിനെ 1989 1989 61 ഭേദഗതി പ്രകാരം, 61st അമെന്റ്മെന്റ്, 61 ഭേദഗതി പ്രകാരമാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, 18 വയസ്സാക്കി കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന വന്ന സമയത്ത് വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. 1989 61 ഭേദഗതി പ്രകാരം നമ്മൾ അതിനെ എത്ര വയസ്സായിട്ട് ചുരുക്കി, 18 വയസ്സാക്കി ചുരുക്കി. ഓക്കെ, 1950 ജനുവരി 26 21 വയസ്സായിരുന്നു. അതിനെ 1989 61 ഭേദഗതി ഭേദഗതി വർഷവും പഠിക്കണം, വർഷവും പഠിക്കണം, അതിന്റെ നമ്പർ എത്രാമത്തെ ഭേദഗതിയാണെന്നും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. 1989 61 ഭേദഗതി, 1989 61 ഭേദഗതി പ്രകാരമാണ് നമ്മൾ 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സായിട്ട് കുറയ്ക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? 1989 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്, രാജീവ് ഗാന്ധി. 1989 നമ്മുടെ 61 ഭേദഗതി വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ആർ വെങ്കിട്ടരാമനാണ്. പ്രസിഡന്റ് ആർ വെങ്കിട്ടരാമനാണ്. ഓക്കെ, പ്രസിഡന്റ് ആർ വെങ്കിട്ടരാമനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 15 വോട്ടവകാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു പാർട്ട് 15 324 മുതൽ 329A വരെയാണ് അതിന്റെ ആർട്ടിക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 324, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 243. എന്നാൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 326. ഇതൊരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് 326. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, ആർട്ടിക്കിൾ 326 അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നിലവിലെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഭരണഘടനയിലെ 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം. അതിനെ 1989 61 ഭേദഗതി പ്രകാരമാണ് നമ്മൾ 18 വയസ്സാക്കി കുറച്ചത്. ഓക്കെ, 18 വയസ്സാക്കി കുറച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. 1989 പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർ വെങ്കിട്ടരാമനാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷൻ ട്രൈബ്യൂണൽ. അതായത് വേറൊന്നുമല്ല, ഇലക്ഷൻ ട്രൈബ്യൂണൽ എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇലക്ഷൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. പക്ഷേ 1966 19 ഭേദഗതി പ്രകാരം ഈ തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 1966 19 ഭേദഗതി പ്രകാരം 1966 19 ഭേദഗതി പ്രകാരം നമ്മൾ എന്തെടുത്ത് കളയുകയാണ്? ഇലക്ഷൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സാധനം എടുത്തു കളയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ വഴിയാണ് നമുക്കുണ്ടാകുന്ന ഇലക്ഷനിൽ നമുക്ക് വരുന്ന പരാതികൾ നമ്മൾ സമർപ്പിക്കുന്നത് ഈ ഇലക്ഷൻ ട്രൈബ്യൂണലിന് മുന്നിലായിരുന്നു. എന്നാൽ 1966 19 ഭേദഗതി പ്രകാരം നമ്മൾ എന്തെടുത്ത് കളഞ്ഞു? ഇലക്ഷൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സാധനം എടുത്തു കളഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇലക്ഷൻ ട്രൈബ്യൂണൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ ഇലക്ഷന് എന്തെങ്കിലും ഒരു കുറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി നമുക്കുണ്ടെങ്കിൽ ആ പരാതി നമ്മൾ എവിടെ സമർപ്പിക്കും? എവിടെ സമർപ്പിക്കും? നമുക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, ഇലക്ഷന് മുകളിൽ എന്തെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്നത് കോടതിയാണ്. കോടതി, ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട്. അതായത്
അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർത്തു വച്ചിരിക്കണം. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെറ്റീഷനോ പരാതിയോ നമുക്ക് സമർപ്പിക്കണമെങ്കിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ വിധി ആരാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി സമർപ്പിക്കണമെങ്കിൽ അത് നമ്മുടെ ഹൈക്കോടതിയിൽ നമുക്ക് സമർപ്പിക്കാം. പക്ഷേ അന്തിമ വിധി, വോട്ടവകാശം അല്ലെങ്കിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തിമ വിധി ഇത് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? സുപ്രീം കോടതിക്കേ ഉള്ളൂ. ആ ഒരു പോയിന്റ് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ. തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ നിർത്തലാക്കിയത് 1966 19-ാം ഭേദഗതി പ്രകാരമാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ അതിന്റെ അന്തിമ വിധി അല്ലെങ്കിൽ ഫൈനൽ വെർഡിക്റ്റ് ആർക്കാണ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളതെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിക്ക്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 19-ാം ഭേദഗതി 1966. 1966 19-ാം ഭേദഗതിയാണ്. ഓക്കെ. ഇനി നമ്മുടെ ഇവിടെ എലക്ഷൻ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് 1951 ഒക്ടോബർ 25-നാണ്. നമ്മളെല്ലാവരും ഒരുപാട് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ആദ്യത്തെ ഇലക്ഷൻ നടന്നു എന്നല്ല നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് പറയേണ്ട കാര്യം ഇതാണ്, 1951 ഒക്ടോബർ 25 ഇലക്ഷൻ നടന്നപ്പോൾ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മഹിമ ഞാൻ പറഞ്ഞുതരാമേ, യൂണിവേഴ്സൽ അഡാപ്റ്റീവ് ഫ്രാഞ്ചൈസ് എന്താണെന്ന് പറഞ്ഞുതരാം. 1951 ഒക്ടോബർ 25 ഇലക്ഷൻ നടന്നത് എന്തിന്റെ ബേസിലാണ് എന്ന് ചോദിച്ചാൽ അത് 1950 ഒരു നിയമം വരുന്നുണ്ട്. ആ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ. 1950 വരുന്ന ഒരു നിയമമുണ്ട്, ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ. 1950 വരുന്ന ഒരു നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം, ഇല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. 1950 വരുന്ന നിയമമാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം. അത് പിന്നീട് 1951 തൊട്ടടുത്ത വർഷം തന്നെ അതിനെ ഭേദഗതി ചെയ്ത് വയ്ക്കുന്നുണ്ട്. 1951 ആദ്യത്തെ ലോ മിനിസ്റ്റർ എന്നായിരുന്ന അംബേദ്കർ തന്നെയാണ് ഇതിനെ ഒരു വ്യത്യാസമൊക്കെ വരുത്തി ഈ ഒരു നിയമം 1951 അപ്പൊ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ജനപ്രാതിനിധ്യ നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1950 എന്നാൽ ആദ്യത്തെ ഇലക്ഷൻ ഏത് നിയമത്തിന്റെ ബേസിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1951 ജനപ്രാതിനിധ്യ നിയമം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഈ ഒരു നിയമത്തിന്റെ പുറത്താണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് ഏത് നിയമത്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ അത് 1950 നിലവിൽ വന്ന ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ്. ആ ജനപ്രാതിനിധ്യ നിയമപ്രകാരം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ഭേദഗതി ചെയ്തിട്ടുണ്ട്. നിലവിൽ 1951 നിയമം അനുസരിച്ച് ഇലക്ഷൻ നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചു. ആദ്യത്തെ ഇലക്ഷൻ നടന്നത് 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന നിയമപ്രകാരമാണ്. ഓക്കെ. അതിനൊന്നുകൂടെ പറയണ്ടല്ലോ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം ഇല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഓക്കെ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. 1951 ഒക്ടോബർ 25 മുതൽ ഫെബ്രുവരി 21 വരെയാണ്. 1951 ഫെബ്രുവരി 21 വരെയാണ് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനിൽ ആദ്യം വോട്ട് ചെയ്ത വോട്ടറിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ വോട്ടർ ആരായിരുന്നു? ശ്യാം സരൺ നേഗിയാണ്. ഏത് താലൂക്കാണെന്നൊക്കെ അറിയാലോ? ചിനി താലൂക്ക്, ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് അത് നടക്കുന്നത്. 1951 ഒക്ടോബർ 25 ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാന്നുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അതല്ല ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഫരത്തെ ശ്രദ്ധിച്ചോ, 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ജനപ്രാതിനിധ്യ നിയമം.
ആ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പുറത്താണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം 1950 നിലവിൽ വന്നു. പക്ഷേ 1951 തന്നെ അതിനെ ഭേദഗതി ചെയ്യുന്നുണ്ട്. ആ ഭേദഗതി ചെയ്ത 1951 ജനപ്രാതിനിധ്യ നിയമം ഇല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അതിന്റെ ബേസിലാണ് 1951 ആദ്യത്തെ ഇലക്ഷൻ എല്ലാം നടക്കുന്നത്. ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ബേസിലാണ്. ജനപ്രാതിനിധ്യ നിയമം 1951. ജനപ്രാതിനിധ്യ നിയമം 1951. ഓക്കെ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. മഹിമ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഏത് ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് തരുന്ന ഒരു അവകാശമാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 നമുക്ക് തരുന്ന ഒരു അവകാശമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അവന് വർണ്ണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഇല്ലെങ്കിൽ പ്രദേശത്തിന്റെ പേരിലോ അവനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അവകാശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന, ഒരു പൗരന് കൊടുക്കുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 326, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും, ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഓക്കെ, 18 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത്. 21 വയസ്സായിരുന്നു നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത്. 1989 61 ഭേദഗതി പ്രകാരം അതിനെ എത്ര വയസ്സാക്കി ചുരുക്കി? 18 വയസ്സാക്കി ചുരുക്കി. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. മഹിമയ്ക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ ഭേദഗതി വരുത്താനുള്ള കാര്യമെല്ലാം BR അംബേദ്കർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ഷനിലോട്ട് കടക്കുമ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ഇലക്ഷനാണ് നിലവിലുള്ളത്. ഒന്ന് പ്രത്യക്ഷപരമായ ഇലക്ഷൻ, മറ്റൊന്ന് പരോക്ഷകരമായ ഇലക്ഷൻ. പ്രത്യക്ഷപരമായ ഇലക്ഷനും പരോക്ഷകരമായ ഇലക്ഷനും. ഓക്കെ, പ്രത്യക്ഷപരമായ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഡയറക്റ്റ് ഇലക്ഷൻ. ഈ ഡയറക്റ്റ് ഇലക്ഷനിൽ മെയിൻ ആയിട്ടും എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന, അതായത് നമ്മൾ ഒരാളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് ഡയറക്റ്റ് ഇലക്ഷൻ ഇല്ലെങ്കിൽ പ്രത്യക്ഷ വോട്ടവകാശം എന്ന് പറയുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, MLA-മാരെ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നുണ്ട്, നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ വോട്ട് ചെയ്ത് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ വോട്ടിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യക്ഷ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അതായത് ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇനി പരോക്ഷപരമായ ഇലക്ഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ചാൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും രാജ്യസഭ ഇവരുടെയൊക്കെ ഇലക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരോക്ഷപരമായ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരും വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനും നമ്മൾ ഡൽഹിയിലൊന്നും പോയി ഒരു വോട്ടും ചെയ്യുന്നില്ല. അതും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന വ്യക്തികളാണ് അവർ വോട്ട് ചെയ്യുന്നത്. അതായത് ആ ചെയ്യുന്ന വോട്ടും നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തി വോട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു റെപ്രസെന്റേഷണൽ ബേസിലാണ് അവിടെ വോട്ടിംഗ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് അതിനെയാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ വോട്ടിംഗ് ഇലക്ഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ, പരോക്ഷം അല്ലെങ്കിൽ പ്രത്യക്ഷം. ഇങ്ങനെ 2 രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അത് തന്നെയാണ് ഡയറക്റ്റ് ഡെമോക്രസിയിലും ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലും എല്ലാം നമ്മൾ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇലക്ഷനോട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മളായി. ഇനി നമ്മൾ പോകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാൻ പോവുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ,
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 324. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 25-നാണ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് എന്ത് വന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് നിലവിൽ വന്നു ചോദിച്ചാൽ 1950 ജനുവരി 25. 1950 ജനുവരി 25. ജനുവരി 25-ന്റെ പ്രത്യേകത എന്താണ്? ജനുവരി 25-ന്റെ പ്രത്യേകത ജനുവരി 25 വോട്ടേഴ്സ് ഡേ. വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജനുവരി 25-ആണ്. ജനുവരി 25-ആണ്. ഏത് വർഷം മുതലാണ് നമ്മൾ ജനുവരി 25 ആഘോഷിക്കാൻ തുടങ്ങിയത്? ജനുവരി 2011 മുതൽ. 2011 മുതലാണ് ജനുവരി 25 നമ്മുടെ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒരു കാര്യം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ സ്ഥാപനമാണോ അതോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറേ കമ്മീഷൻസും മറ്റുമൊക്കെ ഉണ്ട്. ഈ കമ്മീഷൻസ് ഫോം ചെയ്തത് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന്റെ ബേസിലാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്നാൽ നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിന്റെ പുറത്ത് നമ്മൾ രൂപം കൊണ്ട് വരുത്തുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ആണെങ്കിൽ അതിന് നമ്മൾ പറയപ്പെടുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അതായത് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിക്കിളിന്റെ ബേസിലല്ല, നമ്മൾ പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ പുറത്താണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയൊക്കെയാണ്. അത് നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അതിന്റെ പേരെന്താണ്? നിർവാചൻ സദനാണ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നിർവാചൻ സദനാണ്. നിർവാചൻ സദൻ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചുക. നിർവാചൻ സദനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിർവാചൻ സദനാണ്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 3 പേരാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാണെന്ന് ചോദിച്ചാൽ 3 പേരാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സാണ്. 4 അല്ല 3 ആണ്. ഒന്ന് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്, 2 അല്ലാത്ത ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഓക്കെ, ഇത്രയും പേരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറിലുള്ളത്. 3 ഇലക്ഷൻ കമ്മീഷണർമാരാണ്, 3 ഓഫീസേഴ്സാണ് നമുക്ക് ഏതിലുള്ളത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. ഓക്കെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളതെന്ന് ചോദിച്ചാൽ 3 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർമാരുടെ ചീഫ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി, അവരുടെ ഓഫീസ് എത്ര കാലമാണെന്ന് ചോദിച്ചാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പോയിന്റിലോട്ട് വീണ്ടും പോവുകയാണ്. നമ്മുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 പേര് ഇലക്ഷൻ കമ്മീഷണർമാരുമാണ്. ഓക്കെ ഭരത്തെ, റിൻഷി പറഞ്ഞോ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? അല്ല, ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രൽ ഓഫീസർ. അതെ, അത് തന്നെയാണ്. മിഷി പറഞ്ഞ കറക്റ്റ് ആണ്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ, ERO ആണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഓക്കെ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ERO ആണ്, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ERO ആണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ
ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. എന്നാൽ ഈ വോട്ടർ പട്ടിക ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, നമ്മുടെ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് നമ്മുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. എന്നാൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നമ്മുടെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നിലവിലെ കേന്ദ്ര സുനിൽ അറോറ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ സുനിൽ അറോറയാണ്. അത് മറന്നു പോകരുത്. നമുക്ക് കറണ്ട് അഫയേഴ്സിലെ അപ്പോയിന്റ്മെന്റ്സിലായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ചോദിക്കാനും പറ്റിയ ഒരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിലും ചോദിക്കാൻ പറ്റിയ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരാൻ പറ്റിയ ചോദ്യമാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സുനിൽ അറോറ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഇലക്ഷനെ മുഴുവൻ നിയന്ത്രിക്കുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് CEO അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഓക്കെ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് CEO ആണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഞാൻ രണ്ട് ഓപ്ഷൻ തരാം, നിങ്ങൾ പറഞ്ഞോ. വി ഭാസ്കരനാണോ ടിക്കാറാം വീണയാണോ? ആരാണ് നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ? ടിക്കാറാം വീണ. ടിക്കാറാം വീണ. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വി ഭാസ്കരൻ ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാൻ ആണ് ആര്? വി ഭാസ്കരൻ. നമ്മുടെ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആണ് വി ഭാസ്കരൻ. പക്ഷേ ചീഫ് ഇലക്ട്രൽ ഓഫീസർ, അതായത് നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ ഇലക്ഷന്റെയും കൺട്രോൾ ചെയ്യുന്ന ആള്, CEO ആരാണെന്ന് ചോദിച്ചാൽ അത് ടിക്കാറാം വീണയാണ്. ടിക്കാറാം വീണ. ഈ ചീഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ, ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസറിന് താഴെ ഒരു ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ കാണും. ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ, അത് ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു ഡിസ്ട്രിക്റ്റിലെ ഇലക്ഷനെ കൺട്രോൾ ചെയ്യേണ്ട വ്യക്തിയാണ് ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത്. അതിന് താഴെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ കാണും, ഒരു റിട്ടേണിംഗ് ഓഫീസർ കാണും. റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു കാരണം റിട്ടേണിംഗ് ഓഫീസറിന് താഴെ വരുന്ന ആളെന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബൂത്തിന്റെ സകല കൺട്രോളും ചെയ്യുന്ന ആളാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ആള്. ആ പ്രിസൈഡിംഗ് ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ അണ്ടറിലാണ് ആര് വരുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർമാർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബൂത്തുകളെയും കൂടെ കൺട്രോൾ ആർക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ റിട്ടേണിംഗ് ഓഫീസർക്കാണ്. ഇങ്ങനെ എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും കൂടെ ചേർത്ത് ഒറ്റ കൺട്രോൾ ആർക്ക് വരുന്നു? ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർമാർക്ക്. അങ്ങനെ കേരളത്തിലെ മൊത്തം ഡിസ്ട്രിക്റ്റുകളുടെ എല്ലാ കൺട്രോളും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ CEO ആണ്, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസറിന് താഴെ ബൂത്തിൽ പിന്നെ വരുമ്പോഴേക്കും അടുത്ത് വരുന്ന ആൾ പോളിംഗ് ഓഫീസറൊക്കെയാണ്. പക്ഷെ ഇതുവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, മെയിൻ എന്ന് പറയുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്, അതിന് താഴെ ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്, ഡിസ്ട്രിക്റ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്, റിട്ടേണിംഗ് ഓഫീസറിന് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറാണ് ഒരു ബൂത്തിലെ സകല കൺട്രോളും വരുത്തുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് പ്രിസൈഡിംഗ് ഓഫീസർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്, അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഓഫീസാണെന്ന് നമ്മൾ പറഞ്ഞു. അത് പബ്ലിഷ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഈ സമ്മതിദായക അല്ലെങ്കിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫോം അല്ലെങ്കിൽ അപേക്ഷ നമ്മൾ ഫയൽ ചെയ്യണം. അതിനെ ഫില്ല് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്യണം. അതുപോലെ ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആളായിരിക്കണം.
അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രദേശത്താണോ താമസിക്കുന്നത്, ഏത് പ്രദേശത്താണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, ആ പ്രദേശത്ത് നമ്മളൊരു 6 മാസമെങ്കിലും കഴിഞ്ഞ 6 മാസമെങ്കിലും നമ്മൾ താമസിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനു സമർപ്പിക്കാം? ഈ രജിസ്റ്ററിൽ, വോട്ടർ പട്ടിക ലിസ്റ്റിൽ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ ആദ്യം ഇലക്ഷന്റെ പ്രചരണം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണോ, അങ്ങനെ പേര് ചേർക്കേണ്ട ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ, 18 വയസ്സ് കഴിഞ്ഞിട്ടും വോട്ടർ പട്ടികയിൽ പേര് വരാത്ത വ്യക്തികളുണ്ടോ എന്ന് പറ്റി ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ കല്യാണം കഴിഞ്ഞ് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് പോകുമ്പോൾ അവരുടെ പേര് ചേർക്കുന്നതിനോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഇവർ വന്ന് ചോദിക്കും. അവരെ ചേർക്കണോ ചേർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ചോദിക്കും. അതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വോട്ടർ പട്ടിക ലിസ്റ്റ് പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് കഴിഞ്ഞ് നമുക്കിനി ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജനപ്രതിനിധിയാകാനും എല്ലാ പൗരന്മാർക്കും, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും അതിനുള്ള അവകാശമുണ്ട്. ഒരു നിശ്ചിത വയസ്സ് ഓരോന്നിനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്വാളിഫിക്കേഷനും അതെല്ലാം ഉണ്ടെങ്കിൽ ആർക്കും എന്തിനു വേണ്ടി മത്സരിക്കാം? നമ്മുടെ ഈ ഒരു ഇലക്ഷന് എല്ലാ പൗരന്മാർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം കുറച്ച് വയസ്സുകളാണ്. അതായത് ഓരോ ഇലക്ഷനും, അതായത് നമ്മളിപ്പോൾ ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയുടെ ഇലക്ഷനുമെല്ലാം മത്സരിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പ്രായമുണ്ട്. ആ പ്രായം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, നിങ്ങളോട് ചോദിക്കുകയാണ്, പഞ്ചായത്ത് ഇലക്ഷന് മിനിമം എത്ര വയസ്സാണ് വേണ്ടത്? പഞ്ചായത്ത് ഇലക്ഷന് ഒരാൾക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് വേണം? 21 വയസ്സ്. പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ ഒരാൾക്ക് വേണ്ട പ്രായമെന്ന് പറയുന്നത് 21 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ നഗരസഭയിലും അതേ പ്രായം തന്നെയാണ്. ഓക്കെ, പഞ്ചായത്തിലും നഗരസഭയിലും 21 വയസ്സാണ്. പഞ്ചായത്തിലും നഗരസഭയിലും 21 വയസ്സാണ്. സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും 25 വയസ്സാണ്. സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും എത്രയാണ് വയസ്സെന്ന് ചോദിച്ചാൽ 25 വയസ്സാണ്. 25 വയസ്സ്. സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും എത്രയാണ് പ്രായം എന്ന് ചോദിച്ചാൽ 25 പ്രായം. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ ഉപരിമണ്ഡലമുണ്ട്. ആ ഉപരിമണ്ഡലം, അതിനാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലും പങ്കെടുക്കാൻ, അതിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമെന്ന് പറയുന്നത് 30 വയസ്സാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയായി മത്സരിക്കാൻ വേണ്ട പ്രായമെന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സ്. ഓക്കെ, അപ്പോൾ 21 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്. 30 വയസ്സാണ് രാജ്യസഭയ്ക്കും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിനും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, പ്രധാനമന്ത്രിയായി മത്സരിക്കാൻ എത്ര വയസ്സ് വേണം? പ്രധാനമന്ത്രി 25. എല്ലാവരും 25 ഭരത്തെ 21 വയസ്സോ? നീ ഇങ്ങ് വന്നാൽ മതി, നിന്നെ ഇപ്പൊ പ്രസിഡന്റ് ആക്കും. പ്രസിഡന്റ് അല്ല, നിന്നെ ഇപ്പൊ പ്രധാനമന്ത്രിയാക്കും. സംഗീത 35 പ്രധാനമന്ത്രി എന്ന് പറയുന്നതും ലോക്സഭയിലെ ആള് തന്നെയല്ലേ? ലോക്സഭയുടെ പ്രായം മതി നമുക്ക്. ലോക്സഭ ഇലക്ഷനിൽ കൂടിയല്ലേ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ നമ്മൾ പ്രധാനമന്ത്രിയും തിരഞ്ഞെടുക്കുന്നത്. സോ പ്രധാനമന്ത്രിയാകാനും എത്ര മതി? 25 വയസ്സ് മതി. 25 വയസ്സ്. അപ്പം 21 വയസ്സ് ഓർത്തുകൊള്ളുക. 21 വയസ്സ് പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ നഗരസഭയ്ക്കുമാണ്. പഞ്ചായത്തിന് 21 മതി. 25 വയസ്സെന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയ്ക്കും ലോക്സഭയിലുമാണ്. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലും ആണെങ്കിൽ 30 വയസ്സാണ്. അതുപോലെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയായി മത്സരിക്കാൻ വേണ്ട പ്രായം 35 വയസ്സാണ്. 35 വയസ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഇലക്ഷന് പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഓക്കെ, നമ്മൾ തുക കെട്ടിവെക്കണം എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷന് എത്ര രൂപയാണ് കെട്ടിവെക്കേണ്ടത്? പ്രസിഡന്റ് ഇലക്ഷന് എത്ര രൂപയാണ് നമ്മൾ കെട്ടിവെക്കേണ്ടത്? പ്രസിഡന്റ് ഇലക്ഷന് എത്ര രൂപയാണ്? പ്രസിഡന്റ് ഇലക്ഷന് 15,000 ആണ്. 15,000 ആണ് നമുക്ക് അടയ്ക്കേണ്ടത്. 25,000 അല്ല, 15,000 ആണ് നമുക്ക് അടയ്ക്കേണ്ടത്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും, പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും നമ്മൾ വെക്കേണ്ടത് 15,000 ആണ്. രാജ്യസഭ ഇലക്ഷൻ എത്രയാണ്? രാജ്യസഭ ഇലക്ഷന് നന്ദു പറഞ്ഞതാണ് ഉത്തരം. എത്രയാണ്? രാജ്യസഭ ഇലക്ഷന് 25,000 രൂപയാണ്. 25,000 ആണ് രാജ്യസഭ ഇലക്ഷന്. രാജ്യസഭ ഇലക്ഷന് കെട്ടിവെക്കേണ്ട തുക 25,000 ആണ്. പ്രസിഡന്റ് ഇലക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് 15,000 ആണ്. രാജ്യസഭ ഇലക്ഷന് 25,000, 20,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. ലോക്സഭ ഇലക്ഷനും കെട്ടിവെക്കേണ്ട തുക 20,000 ആണ്.
രാജ്യസഭയും ലോക്സഭയും. രാജ്യസഭയ്ക്കും ലോക്സഭ ഇലക്ഷനും കെട്ടിവെക്കേണ്ട തുക 25,000 രൂപയാണ്. 25,000 രൂപ. അതിൽ വീണ്ടും ഒരു നിബന്ധനയുണ്ട്. അത് കമ്മ്യൂണിറ്റി, നമ്മുടെ സംവരണത്തിൽപ്പെട്ടവരാണ്. SC ST ഒക്കെ ആണെങ്കിൽ ഇതിന്റെ പകുതി അടിച്ചാൽ മതി, 50% അടച്ചാൽ മതി. അതായത് നമ്മുടെ 12,500 അടച്ചാൽ മതി. SC STക്ക് 12,500 അടിച്ചാൽ മതി. ഓക്കെ, ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും 25,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്, 25,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. എന്നാൽ അത് SC ST ആണെങ്കിൽ അവർക്ക് 50% റിഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 12,500 അടച്ചാൽ മതി. ഓക്കെ, 12,500 അടച്ചാൽ മതി. 12,500 അടച്ചാൽ മതി. ഓക്കെ, പഞ്ചായത്ത് ഇലക്ഷന് എത്ര രൂപയാണ് ഡെപ്പോസിറ്റ്? പഞ്ചായത്ത് ഇലക്ഷന് നമ്മുടെ ഇപ്പൊ നമുക്ക് 3 ഇലക്ഷൻ നമുക്കിപ്പോൾ ഉണ്ട്. വാർഡുണ്ട്, അതുപോലെ ബ്ലോക്ക് ഉണ്ട്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്, കോർപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്. ഇതില് വാർഡില് നമുക്ക് എത്ര രൂപയാണ്? 2,000. അല്ല ഗ്രേസേ, അല്ല നന്ദു, അതിലൊരു 0 അങ്ങ് കുറച്ചോ. നമുക്ക് പഞ്ചായത്തിന് 1000 രൂപയാണ് കെട്ടിവെക്കേണ്ട തുക. ഓക്കെ, പഞ്ചായത്തിൽ 1000 രൂപ കെട്ടിവെച്ചാൽ മതി. അതുകൊണ്ട് വാർഡ് ഇലക്ഷൻ ആർക്ക് വേണമെങ്കിലും നിൽക്കാം. 21 വയസ്സുണ്ടെങ്കിൽ ചെന്ന് നിന്നോ, വാർഡ് ഇലക്ഷന് നിൽക്കാം. 1000 രൂപ മതി. ഓക്കെ, ഇനി നമ്മുടെ വാർഡിൽ നിൽക്കാൻ 1000 രൂപയാണ്. ബ്ലോക്കിൽ 2000 രൂപയാണ്. ബ്ലോക്കിൽ 2000 രൂപയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ 3000 രൂപയാണ്. 3000 രൂപ. ഇതിലെല്ലാം വീണ്ടും ഉണ്ട് റിഡക്ഷൻ. അതായത് SC ST കാർക്കാണെങ്കിൽ 50% മതി, പഞ്ചായത്തിൽ 500 രൂപ മതി, ബ്ലോക്കിൽ 1000 രൂപ മതി, ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 1500 മതി. ഇതൊക്കെയാണ് കെട്ടിവെക്കേണ്ട തുക. ഓക്കെ, ഈ ബ്ലോക്കും പഞ്ചായത്തൊന്നും ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചെന്ന് വരില്ല, പക്ഷേ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, മഹിമ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ അത് മുനിസിപ്പാലിറ്റി ആയിരിക്കും, ചിലയിടത്ത് അത് ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണ് 3000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പ്രസിഡന്റിന് 15,000, വൈസ് പ്രസിഡന്റിനും 15,000 ആണ്. അതുപോലെ MLA മാർക്ക് 10,000, സംസ്ഥാന നിയമസഭയ്ക്ക് 10,000 രൂപയാണ്. അതും SC ST ആണെങ്കിൽ 5,000 രൂപ. രാജ്യസഭയും ലോക്സഭയും ഇലക്ഷന് 25,000 രൂപ, 25,000 ആണ്. SC ST ആണെങ്കിൽ 12,500, അതിന്റെ പകുതി മതി. MLA ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ 10,000 രൂപയാണ്. SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5,000 രൂപയുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ 1000 രൂപയാണ്. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് 2,000 രൂപയാണ്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷന് 3,000 രൂപയാണ്. ഓക്കെ, അത് വിട്. നമുക്കിനി അടുത്ത പോയിന്റിലോട്ട്. ഡേയ്സേ, ഇങ്ങനെ റിട്ടേൺ കിട്ടിയത് എങ്ങനെ പറഞ്ഞു തരുമോ? റിട്ടേൺ കിട്ടുന്നത് ഇതില് ഇത്ര ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് ഇത്ര വോട്ട് കിട്ടണം, അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് കെട്ടിവെച്ച തുകയെങ്കിലും കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കെട്ടിവെച്ച തുകയും നമുക്ക് കിട്ടൂല. ഓക്കെ, നമുക്ക് കേരളത്തിൽ എത്ര പാർലമെന്റ് മെമ്പേഴ്സ് ഉണ്ട്? കേരളത്തിൽ നിന്ന് നമ്മുടെ പാർലമെന്റിലേക്ക്, നമ്മളതെല്ലാം ഓൾറെഡി നോക്കിയതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്കാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് 20ഉം നമ്മുടെ രാജ്യസഭയിലേക്ക് 9 പ്രതിനിധികളാണ് ഉള്ളത്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യമാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 141 141 ആണോ 140 ആണോ? 140 ആണോ 141 ആണോ? 140 പ്ലസ് 1. 140 പ്ലസ് 1 ആണോ? ഒന്ന് ഒഴിവാക്കി. ഓക്കെ, ആ ഒന്ന് ഒഴിവാക്കിയത് ഏതാണ്? ആംഗ്ലോ ഇന്ത്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2019 104 ഭേദഗതി പ്രകാരം. ഓക്കെ, 2019 104 ഭേദഗതി. ഈ 104 ഭേദഗതി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. 2014 104 ഭേദഗതി. ഈ 104 ഭേദഗതി എന്ന് പറയുന്നത് 126ാമത്തെ ബില്ലാണ്. 126ാമത്തെ ബില്ലാണ് നമ്മൾ പറയുന്ന ഈ 104 ഭേദഗതി. ഈ 104 ഭേദഗതി എന്ന് പറയുന്നത് 126ാമത്തെ ബില്ലാണ്. ഇത് 2019 നമ്മുടെ ഭരണഘടനയിൽ, ഇത് നമ്മുടെ ഭരണഘടന വരുന്നത് 2019 ജനുവരി 25 ഇത് നിലവിൽ വരുന്നത്. 2019 ജനുവരി 25 നിലവിൽ വരുന്നത്. ഇത് പ്രകാരം ആർട്ടിക്കിൾ 334 ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. 104 റിൻഷി പറഞ്ഞോ. 2019 ആണോ 2020 ആണോ? അല്ല, ഇതിന്റെ ബില്ല് അവതരിപ്പിക്കുന്നത് 2019 ഇത് പാസ്സാകുന്നത് 2020 ജനുവരി 25
ബില്ല് ഭരണഘടന നമ്മുടെ പാർലമെന്റിലേക്ക് വരുന്നത് 2019 ഓക്കെ ഓക്കെ റിൻഷി 2019 ബില്ല് വരുന്നത്. 126ാമത്തെ ഈ ഭേദഗതി ബില്ല് 2019 വരുന്നത്. ഇത് നിലവിൽ വരുന്നത് 2020 2020 ജനുവരി 25 ജനുവരി 25 അതായത് വേറൊന്നുമല്ല, ഈ 104ാം ഭേദഗതി പ്രകാരം 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം നിയമസഭയിലും അതുപോലെ ലോക്സഭയിലും ഉള്ളത് നിർത്തലാക്കുകയാണ് ചെയ്തത്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണത്തെ നിർത്തലാക്കിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 104ാം ഭേദഗതിയാണ്. 126ാം ഭേദഗതി ബില്ലാണ് 2019 അവതരിപ്പിച്ച 126ാം ഭേദഗതി ബില്ലാണ്. ഇത് എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 2020 ജനുവരി 25 മുതൽ ഈ നിയമം നിലവിൽ വന്നു. ഓക്കെ, ആ നിയമപ്രകാരം ഈ ഒരു ബില്ല് പ്രകാരം ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ആർട്ടിക്കിൾ 334 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 334 പറയുന്ന കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് ആർട്ടിക്കിൾ കൂടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ആർട്ടിക്കിളാണ്. അത് പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സീറ്റ് സംവരണം ലോക്സഭയിലുമുണ്ട് നമ്മുടെ നിയമസഭയിലുമുണ്ട്. അങ്ങനെ പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സീറ്റ് സംവരണം വരുത്തിയിട്ടുള്ളതിന് ആർട്ടിക്കിൾ ഏതാണ് അറിയാമോ? ആർട്ടിക്കിൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സീറ്റ് സംവരണം പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇതൊട്ട് കണക്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ 330. ശരിയാണ്, 330. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. ജസ്റ്റ് അതുകൂടെ ഞാൻ സ്ലൈഡിലില്ല, ഞാൻ അല്ലാതെ പറയാ. ഒന്ന് ആർട്ടിക്കിൾ 330 ഓർത്തിരിക്കേണ്ട 2-3 ആർട്ടിക്കിളാണ്. ഒന്ന് ആർട്ടിക്കിൾ 330 ആർട്ടിക്കിൾ 330 എന്ന് പറയുന്നത് ലോക്സഭയിലെ SC STക്കാർക്കുള്ള സീറ്റ് സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 330. ആർട്ടിക്കിൾ 331 പഠിക്കാൻ എളുപ്പമാണ്. തൊട്ടടുത്ത ആർട്ടിക്കിൾ 331 ലോക്സഭയിലെ ആംഗ്ലോ ഇന്ത്യൻസിനെ കുറിച്ച് അവരുടെ സീറ്റ് സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 331. ഓക്കെ, ആർട്ടിക്കിൾ 331 എന്ന് പറയുന്നത് ലോക്സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സീറ്റ് സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 331. ആർട്ടിക്കിൾ 330 ആർട്ടിക്കിൾ 331 പഠിച്ചല്ലോ. തൊട്ടടുത്ത ആർട്ടിക്കിൾ 332. ആർട്ടിക്കിൾ 332 പറയുന്നത് സംസ്ഥാന നിയമസഭയില് ശിവകുമാറെ ആംഗ്ലോ ഇന്ത്യൻസിനെ അറിഞ്ഞൂടെ? ശിവകുമാറെ ആംഗ്ലോ ഇന്ത്യൻസിനെ കേട്ടിട്ടില്ലേ? ഓക്കെ, ഞാൻ അത് പറഞ്ഞുതരാം. ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ 330, 331, 332 ഇതിൽ 330 എന്ന് പറയുന്നത് ലോക്സഭയിലെ SC STക്കാർക്കുള്ള റിസർവേഷനെയാണ് പറഞ്ഞത്. 331 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസിന് ലോക്സഭയിലുള്ള റിസർവേഷനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 332 എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലുള്ള സീറ്റ് സംവരണത്തെ കുറിച്ചാണ്. സംസ്ഥാന നിയമസഭയിൽ നമ്മുടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റ് സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 332 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 333 തൊട്ടടുത്ത ആർട്ടിക്കിൾ വീണ്ടും സെയിം തന്നെയാണ്. തൊട്ടടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 333. ഓക്കെ, ആർട്ടിക്കിൾ 330 എന്ന് പറയുന്നത് ലോക്സഭയിൽ SC ST, 331 ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ, 332 സംസ്ഥാന നിയമസഭയിലെ SC ST, ആർട്ടിക്കിൾ 333 നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ പ്രാതിനിധ്യം. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 330 മുതൽ 333 വരെ പറയപ്പെടുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 330 വരെ പറയുന്നത്. തൊട്ടടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334. ഈ ആർട്ടിക്കിൾ 334 നമ്മുടെ 104ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 334 പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 332 എന്ന് പറയുമ്പോഴേക്കും ആംഗ്ലോ ഇന്ത്യൻ 332 എന്ന് പറയുമ്പോഴേക്കും ഇത് SC ST representation in state legislature, SC ST representation in state legislative assembly, SC ST representation in state legislative assembly. ആർട്ടിക്കിൾ 333 എന്ന് പറയുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇത്രയും ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, എളുപ്പമാണ് പഠിക്കാൻ. 330, 331, 332, 333
ഇതിൽ 334 എന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് SC/ST-കാർക്കും ആംഗ്ലോ ഇന്ത്യൻസിനും പറഞ്ഞിരിക്കുന്ന റിസർവേഷൻ എന്ന് പറയുന്നത് 70 വർഷത്തേക്കാണെന്നും 70 വർഷത്തിന് ശേഷം വീണ്ടും ഇവരുടെ ന്യൂനതയാണ്, ഇവരിപ്പോഴും കുറവാണ്, ഇവരിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പിറകിലായിട്ട് ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ സംവരണം പിന്നെ വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 334. അതായത് 70 വർഷം കഴിയുമ്പോൾ നമുക്കിതിന് ഭേദഗതി വരുത്തണമോ എന്ന് ആലോചന പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334. അതിന്റെ ബേസിലാണ് നമ്മൾ 104-ാം ഭേദഗതി 104-ാം ഭേദഗതി കൊണ്ടുവന്നത്. ഈ 104-ാം ഭേദഗതി 2020 ജനുവരി 25-ന് പാസ്സാക്കിയപ്പോൾ നമ്മുടെ ലോക്സഭയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്കും ആംഗ്ലോ ഇന്ത്യൻസിന്റെ പ്രാതിനിധ്യം എന്ത് ചെയ്തു? കുറച്ചു. അത് റദ്ദ് ചെയ്തു. SC/ST-കാർക്ക് വീണ്ടും ഒരു 30 വർഷം കൂടെ നീട്ടി. 30 വർഷം കൂടെ ആർക്ക് നീട്ടി? SC/ST-കാർക്ക് കൂടെ നീട്ടി. ഇതാണ് ഇപ്പോൾ നിലവിൽ വന്ന ഭേദഗതി പ്രകാരമുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ 30 വർഷത്തേക്കല്ല, 10 വർഷത്തേക്ക് 10 വർഷം തെറ്റിപ്പോയതാ, സോറി, 10 വർഷം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 104-ാം ഭേദഗതി ബില്ലുമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ആർട്ടിക്കിൾ 334 എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ റിസർവേഷൻ കൊടുക്കുന്നത് SC/ST-ക്കും നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻസിനും കൊടുക്കുന്ന റിസർവേഷൻ നമ്മൾ 70 വർഷം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. അതിനെക്കുറിച്ച് അതിനി വേണമോ വേണ്ടയോ, അതിന്റെ ഭേദഗതി വരുത്തണമോ എന്നെല്ലാം ആണ് ആർട്ടിക്കിൾ 334 എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടന വന്നിട്ട് ഇപ്പോൾ 71 വർഷമായി. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്ന ഒരു ഭേദഗതിയാണ് ആർട്ടിക്കിൾ 104-ാം ഭേദഗതി. അത് പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം എടുത്തു കളഞ്ഞു, അത് റദ്ദ് ചെയ്തു. പക്ഷേ SC/ST വിഭാഗക്കാർക്ക് അവർക്ക് നിലവിലുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടെ ദീർഘിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 104-ാം ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 334. ആർട്ടിക്കിൾ 334 എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ SC/ST-കാർക്കും ആംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ ഉള്ള റിസർവേഷൻ, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മളൊരു സമയം പറഞ്ഞു. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇതാണ്: റിസർവേഷൻ ഒന്നും ഒരിക്കലും എല്ലാ കാലവും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിറകിൽ കിടക്കുന്ന, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മുന്നിലോട്ട് വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ എന്തെന്ന് പറയുന്നത് റിസർവേഷൻ എന്ന് പറയുന്നത്. ആ റിസർവേഷൻ ഒരു സമയം കഴിയുമ്പോൾ, അതായത് ഒരു 70 വർഷത്തോളമാണ് ആ റിസർവേഷൻ ഭരണഘടന തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു വിഭാഗത്തിന് കൊടുത്താൽ മതി എന്നാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 334. ആ ആർട്ടിക്കിൾ 334-ലാണ് 104-ാം ഭേദഗതി പ്രകാരം നമ്മൾ വ്യത്യാസം വരുത്തിയത്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാന നിയമസഭ കേരളത്തിൽ 140 മെമ്പേഴ്സ് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 140 മെമ്പേഴ്സിൽ എത്ര മെമ്പേഴ്സാണ് SC/ST-യിലും SC/ST-യിലുള്ളത്? SC/ST-യെ പ്രതിനിധീകരിച്ച് എത്ര പേരാണ് പട്ടികജാതിക്കാർ എത്ര പേരാണുള്ളത് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ? പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എത്ര പേരാണ് നമ്മുടെ സംസ്ഥാന നിയമസഭയിലുള്ളത്? 9 ആണ് സാർ. 9 അല്ല, 12 അല്ല ഗ്രേസേ, 14 ആണ്. 14. ഓക്കെ, പട്ടികജാതി ഇതിൽ നിന്ന് നമ്മുടെ കേരള സംസ്ഥാന നിയമസഭയിൽ 14 പേരുണ്ട്. പട്ടിക വർഗത്തിന് 2 ആണ്. പട്ടികവർഗത്തിന് 2 ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ 2 മണ്ഡലങ്ങളാണ് പട്ടിക വർഗത്തിനുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് അറിയാമോ 2 മണ്ഡലം? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സുൽത്താൻ ബത്തേരിയും മാനന്തവാടി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, പട്ടികജാതിക്കാർക്ക് ലോക്സഭയിൽ എത്ര സീറ്റാണുള്ളത്? പട്ടികജാതി വിഭാഗത്തിൽ 2. ഏതൊക്കെയാണത്? ആലത്തൂരും മാവേലിക്കരയും. ഓക്കെ, നമ്മുടെ പാർലമെന്റിൽ ലോക്സഭയിൽ പാർലമെന്റിനകത്ത് എത്ര SC ഉണ്ട്, എത്ര ST ഉണ്ട് അറിയാമോ? SC-ക്കാര് 84 ആണ്. പട്ടിക ജാതിക്കാര് 84 ആണ്. പട്ടികവർഗം 47 ആണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ലോക്സഭയിലെ എണ്ണം എന്ന് പറയുന്നത്. പട്ടികജാതിക്കാർക്ക് 84-ഉം പട്ടികവർഗം ST-ക്കാർക്ക് 47-ഉമാണ് നമ്മുടെ സീറ്റ് സംവരണം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. അതാണ് ഞാൻ ഇതിൻ്റെ അതുകൂടെ പറഞ്ഞത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. ഓക്കെ ഇനി ഇതിൽ പ്രധാനമായിട്ടും അടുത്ത് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ് ഒന്നെന്ന് പറയുന്നത് 1950 ജനുവരി 25-നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 1950 ജനുവരി 25-നാണ്. 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഓക്കെ 1993 തന്നെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് വരുന്നതും 1993-ലാണ്. 1993-ലാണ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡും വരുന്നത്. 1999-ലാണ് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞ സംവിധാനം വന്നത്. 1999-ലാണ്. 1999-ലാണ് പോസ്റ്റൽ ബാലറ്റ് സംവിധാനം വരുന്നത്. ഓക്കെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമുക്ക് നിലവിൽ നമ്മുടെ മണ്ഡലങ്ങളും നമ്മുടെ ഓരോ പ്രൊവിൻസുകളിലെ നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഓരോ മണ്ഡലങ്ങളും മറ്റൊക്കെ നമ്മൾ വാർഡ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ അതിർത്തി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ അതിർത്തി ഇപ്പോൾ നിലവിലുള്ള അതിർത്തി എത്ര നാൾ വരെ ഇതുപോലെ തുടർന്ന് കൊണ്ടുപോകാൻ, ഏത് വർഷം വരെ നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും? അതായത് ഇപ്പോൾ ഒരു മണ്ഡലം, നമ്മുടെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് നമ്മുടെ ഒരു ലോക്സഭാ മണ്ഡലം. അതിനപ്പുറം ആ ബൗണ്ടറിക്ക് അപ്പുറം അത് അടുത്ത ലോക്സഭാ മണ്ഡലമായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു അതിർത്തി നമ്മൾ നിർണയിച്ചിട്ടുണ്ട്. ഇത് എന്ന് വരെയാണ് നിലവിലുള്ളത്? പോസ്റ്റൽ ബാലറ്റ് ആണ് 1999. നമ്മൾ ഇതിന് പറയുന്ന പേര് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മണ്ഡല കമ്മീഷൻ എന്ന് പറയും. ഇത് പലതവണ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1952, അതിനുശേഷം 63, പിന്നെ 73, ഇങ്ങനെയെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം വന്ന ഡേറ്റ് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. 2002-ലാണ് കൊണ്ടുവന്നത്. ഓക്കെ 2002-ലാണ് കൊണ്ടുവന്നത്. ഇവര് ഈ മണ്ഡലങ്ങളുടെ ബൗണ്ടറികളെല്ലാം തീരുമാനിക്കുന്നത് സെൻസസിന്റെ ബേസിലാണ്. സെൻസസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇന്ന പ്രദേശത്ത് എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, അതിർത്തികളെ നിർണ്ണയിക്കുന്നത്, മണ്ഡലങ്ങളുടെ അതിർത്തികളെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ 2001 സെൻസസിന്റെ ബേസിൽ 2002 ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റി വരുന്നുണ്ട്. അവര് അന്ന് ബൗണ്ടറികളെല്ലാം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് ഒരു ബൗണ്ടറി എന്നൊക്കെ 2001 സെൻസസ് പ്രകാരം അവര് ചെയ്തു വച്ചിട്ടുണ്ട്. ആ ചെയ്തു വച്ചത് 2026 വരെ നിലവിലാണ്. അതായത് 2026 ശേഷം അടുത്ത എന്നൊരു സെൻസസ് നടക്കുമ്പോൾ അന്ന് നമുക്ക് പുതിയ രീതിയിലുള്ള മണ്ഡലങ്ങളെ ഡിവൈഡ് ചെയ്തെടുക്കാം. അതായത് പുതിയ ബൗണ്ടറീസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് 2026 വരെ നിലവിൽ എന്ത് തന്നെയാണ്, ഇപ്പോൾ നമുക്കുള്ള മണ്ഡലങ്ങളുടെ എണ്ണം എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ മണ്ഡലങ്ങളുടെ എണ്ണം ആ സമയം വരെ കുറയത്തുമില്ല, കൂടുകയുമില്ല. ഓക്കെ അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 2026 വരെയാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ നമുക്ക് 2026 മുമ്പ് ജോലി കിട്ടിയാൽ നമുക്ക് ഇതിലൊന്നും ഒരു മാറ്റവും വരില്ല. അത്രേ ഉള്ളൂ. ഇതിലൊന്നും പുതിയ നമ്പേഴ്സ് ഒന്നും പഠിക്കണ്ട. ധനലക്ഷ്മിക്ക് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത് ലക്ഷ്മി? അതായത് നമുക്ക് ഓരോ മണ്ഡലങ്ങൾക്കും, അതായത് ലോക്സഭാ മണ്ഡലമായാലും ഓരോന്നിനും ഇന്ന ബൗണ്ടറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ബൗണ്ടറി മുതൽ ഇന്ന ബൗണ്ടറി വരെയാണ് ഒരു മണ്ഡലം എന്നുള്ള കണക്കിനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് വേറൊന്നും വേണ്ട, നിങ്ങളുടെ എവിടെയൊക്കെ ഇപ്പോൾ വാർഡ് ഇലക്ഷനും മറ്റുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വഴിയുടെ ഒരു സൈഡിൽ തന്നെ ചിലപ്പോൾ 2ഓ 3ഓ വാർഡ് കാണും. അതായത് ഇത്രയും വീടുകൾ കൂട്ടിച്ചേർന്നാണ് ഒരു വാർഡെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ഡലം എന്ന് പറയുമ്പോൾ ലോക്സഭാ ഇലക്ഷനും മറ്റും വരുന്ന മണ്ഡലം നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ മണ്ഡൽ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഈ കമ്മിറ്റിയാണ് നമ്മൾ മണ്ഡലങ്ങളുടെ ബൗണ്ടറീസിനെ എല്ലാം ഡിവൈഡ് ചെയ്യുന്നത്. അതും ജനസംഖ്യയുടെ ബേസിലാണ് അവർ ഇത്രയും വരുന്ന ഒരു ഭാഗം ഒരു മണ്ഡലമാണെന്നെല്ലാം പറയുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ വർഷവും ഓരോ സമയത്ത് ഓരോ കമ്മിറ്റീസിനെ അവർ ഫോം ചെയ്യും. അവരുടെ തീരുമാനങ്ങളും അവരുടെ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം കൺക്ലൂഷൻസ് എല്ലാം അന്തിമമാണ്. അതിന്റെ ബേസിൽ ലാസ്റ്റ് വന്നത് 2002-ലാണ് ഒരു കമ്മിറ്റി വരുന്നത്.
ആ 2002 വന്ന കമ്മിറ്റി 2001 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ചാണ് മണ്ഡലങ്ങളെ ഡിവൈഡ് ചെയ്തത്, മണ്ഡലങ്ങളുടെ ബൗണ്ടറിയെ നിർണയിച്ചത്. ആ നിർണയിച്ച ബൗണ്ടറി അടുത്ത 2026 വരെ 2026 ശേഷം എന്ന് പുതിയ ഒരു സെൻസസ് നടക്കുമോ, 2026 ശേഷം നടക്കുന്ന സെൻസസിന്റെ കാര്യമാണ്. അതിന് മുമ്പ് നടക്കുന്ന ഒരു സെൻസസ് നമ്മൾ നോക്കൂല. 2026 ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസിന്റെ ബേസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൗണ്ടറീസിന് മാറ്റം വരുത്താം. ധനലക്ഷ്മിക്ക് മനസ്സിലായോ? ഓക്കെ ഓക്കെ അപ്പൊ ഇത് കൂടെ ഒന്ന് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ ഇലക്ഷന് നമുക്ക് ഓരോരുത്തർക്കും അവരുടെ ചെലവെന്ന് പറയുന്നതിന് ഓരോ വാല്യൂസ് ഉണ്ട്. ഇത്ര പേർക്ക് ലിമിറ്റ് ഉണ്ട്, നമുക്ക് ഇത്ര എമൗണ്ടേ ചെലവ് ചെയ്യാവൂ എന്നൊക്കെ. നമുക്ക് എല്ലാവർക്കും ഇലക്ഷൻ എത്ര രൂപയാണ് ചെലവാക്കുന്നത്? ലോക്സഭ ഇലക്ഷന് സംസ്ഥാനത്താണെങ്കിൽ 70 ലക്ഷമാണ്. സംസ്ഥാനത്ത് 70 ലക്ഷം ചെലവാക്കാം. സ്റ്റേറ്റിലാണെങ്കിൽ ഇത് യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ 54, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 54. ഈ 54 വീണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ജസ്റ്റ് ഇത്രയൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. 70 ലക്ഷം രൂപയാണ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷന് നമ്മൾ വന്നത്. അയ്യോ, ആ മണ്ഡൽ കമ്മീഷൻ അല്ല ഇത് ശിവകുമാറെ, ഞാൻ മലയാളത്തിൽ പറഞ്ഞതാ മണ്ഡല കമ്മീഷൻ എന്ന്. ഇത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഓക്കെ, മണ്ഡൽ കമ്മീഷൻ അല്ല ഇത്. ഓക്കെ, അപ്പോൾ ലോക്സഭയിലെ 70 ലക്ഷവും 50 ലക്ഷം, യൂണിയൻ ടെറിട്ടറിയിൽ 54 ലക്ഷമാണ് നമുക്ക് ചെലവ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 28 ലക്ഷമാണ് സംസ്ഥാനത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു കാൻഡിഡേറ്റിന് 28 ലക്ഷം രൂപ വിനിയോഗിക്കാൻ പറ്റും. ഒരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ 20 ലക്ഷം വിനിയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പിലും അതുപോലെ നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം പത്രത്തിനകത്തതെല്ലാം ഒരുപാട് ദിവസം കൊണ്ട് വരുന്ന വാർത്തയാണ്. പഞ്ചായത്തിൽ എത്ര രൂപയാണ് എക്സ്പെൻഡിച്ചർ ലിമിറ്റ് എന്ന് അറിയാമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, നമ്മുടെ പഞ്ചായത്തിൽ ഒരു കാൻഡിഡേറ്റിന് എത്ര രൂപ വിനിയോഗിക്കാൻ പറ്റും? ആര്യ, ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, എക്സ്പെൻഡിച്ചർ ആണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇലക്ഷന് പങ്കെടുക്കുന്ന ഓരോ മത്സരാർത്ഥിയും അവർക്ക് ചെലവാക്കാൻ പറ്റുന്ന തുകയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ആണെങ്കിൽ ഒരു പ്രതിനിധിക്ക് 70 ലക്ഷം രൂപ, ഒരു കാൻഡിഡേറ്റിന് 70 ലക്ഷം രൂപ ഒരു സംസ്ഥാനമാണെങ്കിൽ ഉപയോഗിക്കാം. ഒരു കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ 54 ലക്ഷം ഉപയോഗിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ, സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ അവിടെ നമുക്ക് 28 ലക്ഷം ഉപയോഗിക്കാം. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ 20 ലക്ഷം ഉപയോഗിക്കാം. ഓക്കെ, രേഷ്മ പത്രം കണ്ടിട്ട് ഒരുപാട് ദിവസമായിരുന്നു. ഓക്കെ, നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് വാർഡിൽ 25,000 രൂപയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പഞ്ചായത്ത് വാർഡ് ഇലക്ഷനും മറ്റൊക്കെ 25,000 രൂപയാണ് ഒരു കാൻഡിഡേറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെലവാക്കാൻ പറ്റുന്ന തുക. ഓക്കെ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം, 25,000 രൂപയെ ചെലവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബ്ലോക്കിൽ വരുമ്പോഴേക്കും എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ 75,000 രൂപയാണ്. ബ്ലോക്കിൽ വരുമ്പോഴേക്കും 75,000 രൂപയാണ്. ഓക്കെ, ഇനി നമ്മുടെ നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇല്ലെങ്കിൽ കോർപ്പറേഷനിൽ വരുമ്പോൾ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയാണ്. ഓക്കെ, 1.5 ലക്ഷം രൂപയാണ്. ഓക്കെ, ജസ്റ്റ് ഇത് ചോദിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, പക്ഷെ മുമ്പ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റിലും അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ, യൂണിയൻ ടെറിട്ടറികളിലുള്ള കാര്യമൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് മുമ്പ്. നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ കറണ്ട് അഫയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, വോട്ടവകാശം എന്ന് പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ആർട്ടിക്കിൾ 330 മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 330, ആർട്ടിക്കിൾ 331. റിൻഷി, ബ്ലോക്കിലാണെങ്കിൽ നമുക്ക് 75,000 രൂപയാണ്. 75,000. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആകുമ്പോഴേക്കും 1.5 ലക്ഷം.
ഓക്കെ, ആർട്ടിക്കിൾ 330, 331, 332, 333, 334 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ആർട്ടിക്കിളും എല്ലാം വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 335 എന്ന് പറയുന്നത് SC/ST ജോബ് റിസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 336 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ജോബ് റിസർവേഷൻ ആണ്. ഓക്കെ, പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 338 മുതലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 338 നാഷണൽ കമ്മീഷൻ ഫോർ SCയും പട്ടികജാതിക്കാരുടെ കമ്മീഷന്റെ കാര്യവും, 338A പട്ടികവർഗക്കാരുടെ കമ്മീഷന്റെ കാര്യവും, 338B പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനൊന്നും ഇനി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഞാൻ ഓട്ടിച്ച് ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കം നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ആദ്യം പറഞ്ഞത് വോട്ടവകാശം എന്ന് പറയുന്നത് എന്താണെന്നും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആർട്ടിക്കിൾ 326 ആണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പാർട്ട് 15 ആണെന്നും ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329A വരെയാണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 243K ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിലവിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാണെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വോട്ടവകാശം 21 വയസ്സായിരുന്നു പ്രായം. അത് 1989 61 ഭേദഗതി പ്രകാരം അന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി വെങ്കിട്ടരാമനുമാണ് ഈ ഒരു കാലയളവിലാണ് അത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറയ്ക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ സമർപ്പിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ 1966 19 ഭേദഗതി പ്രകാരം നമ്മൾ റദ്ദു ചെയ്തുവെന്നും ഇപ്പോൾ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയെ സമീപിക്കാമെന്നും എന്നാൽ അന്തിമ വിധി സമർപ്പിക്കേണ്ടത് സുപ്രീം കോടതിയാണെന്നും എല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ 1951 ഇലക്ഷൻ നടന്നത് ഏത് നിയമത്തിന്റെ പുറത്താണെന്ന് ചോദിച്ചാൽ ജനപ്രാതിനിധ്യ നിയമം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വന്ന വർഷം 1950 എന്നാൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനെ ഭേദഗതി വരുത്തി പുതിയ വർഷം വന്നത് 1951. 1951 ഇലക്ഷൻ നടക്കുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് 1951 ഒക്ടോബർ 25 മുതൽ ഫെബ്രുവരി 21 1952 വരെയാണ് ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനെയും കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസർമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അതിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഡിസ്ട്രിക്ട് ഇലക്ടറൽ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ പറഞ്ഞു. അതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും അതുപോലെ പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറഞ്ഞു. അതുപോലെ സമ്മതിദായക രജിസ്റ്ററിൽ നമുക്ക് ജനുവരി 1 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും അപേക്ഷിക്കാമെന്നും സമ്മതിദായ പ്രദേശത്ത് 6 മാസ കാലയളവിൽ താമസിക്കണം എന്നുള്ള 2 കണ്ടീഷനാണ് അതിന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടും അടുത്ത നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രായപരിധികളാണ്. പഞ്ചായത്തും നഗരസഭാ ഇലക്ഷന് 21 പ്രായമെന്ന് പറഞ്ഞു. സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും 25, രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലും 30 പ്രായമെന്ന് പറഞ്ഞു. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും 35 വയസ്സാണ് പ്രായമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കി. അതുപോലെ കേരളത്തിലെ ലോക്സഭയിലെ 20 മണ്ഡലങ്ങളാണ് ലോക്സഭാ മണ്ഡലം. രാജ്യസഭാ മണ്ഡലം 9. സംസ്ഥാന നിയമസഭയിലെ നിലവിൽ 140 പേരുണ്ട്. അതിൽ ഒരു പോസ്റ്റ് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന സാധനം 104 ഭേദഗതി പ്രകാരം ഇല്ലാതായ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പട്ടികജാതിക്കാർക്ക് ലോക്സഭയിലെ 2 മണ്ഡലങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആലത്തൂരും മാവേലിക്കരയും. പട്ടികജാതിക്കാർക്ക് നിയമസഭയിൽ 14 മണ്ഡലമുണ്ട്. പട്ടികവർഗത്തിന് സംസ്ഥാന നിയമസഭയിൽ 2 മണ്ഡലങ്ങളുണ്ട്, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പാർട്ട് 16 കുറച്ച് ആർട്ടിക്കിളുടെ കാര്യം പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 330, 331, 332 അവയെല്ലാം വരുന്നത് ഭാഗം 16 വരുന്നത്. ഭാഗം 16 അത്രയും ആർട്ടിക്കിൾ വരുന്നത്. അതായത് ചില ക്ലാസസിനുള്ള റെപ്രസെന്റേഷനൊക്കെയാണ് ഈ പാർട്ട് 16 പറഞ്ഞേക്കുന്നത്. ആ പാർട്ടിലാണ് 330, 331 ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കും ആംഗ്ലോ ഇന്ത്യൻസിനുള്ള ഇതാണ് 331, 330 പറഞ്ഞത്. 332, 33 സംസ്ഥാന നിയമസഭയുടെ കാര്യമാണ് പറയുന്നത്. അതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എക്സ്പെൻഡിച്ചറിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മൾ അടുത്ത് പറഞ്ഞ കാര്യമാണ് 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതും കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന തീയതി പറഞ്ഞു.
ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി വന്ന വർഷമാണ് 1993 എന്നും പോസ്റ്റൽ ബാലറ്റ് വന്ന വർഷമാണ് 1999 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, നോട്ടയൊക്കെ വരുന്നത് 2013 വരുന്നത്. അതൊക്കെ പഴയ കാര്യങ്ങളുണ്ടാവും, ഞാൻ പിന്നെ വീണ്ടും എടുത്തു പറയാത്തത്. ഓക്കെ, നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സേവന അവകാശ നിയമമാണ്. സേവന അവകാശ നിയമം ഒരു പൗരന്റെ അവകാശങ്ങൾ എന്നുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സേവന അവകാശ നിയമം. സേവന അവകാശ നിയമം എന്ന് പറയുന്നത് റൈറ്റ് ടു സർവീസ് ആക്ട് ആണ്. സേവന അവകാശ നിയമം എന്ന് പറയുന്നത് റൈറ്റ് ടു സർവീസ് ആക്ടിനെയാണ് നമ്മൾ സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. സേവന അവകാശ നിയമത്തിന്റെ മലയാളം ഇംഗ്ലീഷാണ് റൈറ്റ് ടു സർവീസ് ആക്ട്. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ റൈറ്റ് ടു സർവീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? കേരളത്തിലെ റൈറ്റ് ടു സർവീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്? സേവന അവകാശ നിയമം കേരളത്തിലുണ്ടോ? സേവനാവകാശ നിയമം 2012 നവംബർ 1. 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-നാണ്. ഓക്കെ, സേവന അവകാശ നിയമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. സേവനാവകാശ നിയമം എന്ന് പറയുന്നത് സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവസരമൊരുക്കുന്ന ഒരു നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ അതിനുള്ള അവസരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ സർക്കാർ ഓഫീസും ഒരു പൗരന് നൽകുന്ന സേവനങ്ങൾ അത് കറക്റ്റ് കാലയളവിനുള്ളിൽ, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, കാലപരിധിക്കുള്ളിൽ തന്നെ നൽകണം എന്ന് അനുശാസിക്കുന്ന നിയമം കൂടെയാണ് ഏത്? ഈ സേവന അവകാശ നിയമമാണ്. ഈ സേവന അവകാശ നിയമപ്രകാരം നമുക്ക് അർഹതപ്പെട്ട ഒരു സേവനം നമുക്ക് ഒരു കറക്റ്റ് കാലത്തിനുള്ളിൽ, ഒരു നിശ്ചിതമായിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കാലയളവിനുള്ളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ പൗരന് ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് പിഴ വരെ ഈടാക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഉള്ള വ്യവസ്ഥയുള്ള ഒരു നിയമമാണ് ഏത് നിയമം എന്ന് പറയുന്നത്? റൈറ്റ് ടു സർവീസ് ആക്ട്, ഇല്ലെങ്കിൽ സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേവന അവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ലഭ്യമാകുവാൻ വേണ്ടി അവസരമൊരുക്കുന്ന ഒരു നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റൈറ്റ് ടു സർവീസ് ആക്ട് ആണ്, ഇല്ലെങ്കിൽ സേവന അവകാശ നിയമമാണ്. ഓക്കെ, ഇത് ഓരോ സർക്കാർ സ്ഥാപനവും ഓരോ സർക്കാർ ഓഫീസും നമ്മുടെ ഓരോ പൗരനും കൊടുക്കേണ്ട ഒരു അവകാശമാണ്. അതായത് ഓരോ പൗരനും അത് കൃത്യമായി ലഭിക്കണം എന്ന് എന്ത് അനുശാസിക്കുന്നുണ്ട്? നമ്മുടെ സേവന അവകാശ നിയമം അനുശാസിക്കുന്നുണ്ട്. അത് പ്രകാരം നമുക്കൊരു സേവനം നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തിനുള്ളിൽ അത് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന്, സർക്കാർ ഓഫീസിലെ ആ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് പിഴ ഈടാക്കാനുള്ളത് വരെയുള്ള അവസരം തരുന്ന ഒരു നിയമമാണ് സേവന അവകാശ നിയമം. ഓക്കെ, അപ്പോൾ സേവന അവകാശ നിയമം അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. സേവന അവകാശ നിയമം കേരളത്തിൽ എന്ന് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സേവന അവകാശ നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഏത്? സേവന അവകാശ നിയമം ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം. സേവന അവകാശ നിയമം ഹരിയാന അല്ല. ഞാൻ ഒരു ക്ലൂ തരാം. മധ്യത്തിലുള്ള ഒരു സംസ്ഥാനമാണ്, നമ്മുടെ ഇന്ത്യയുടെ മധ്യത്തിലുള്ള ഒരു സംസ്ഥാനം. മധ്യപ്രദേശിലാണ് ആദ്യം സേവനാവകാശ നിയമം വരുന്നത്. സേവനാവകാശ നിയമം വരുന്നത് മധ്യപ്രദേശിലാണ്. 2010 ഓഗസ്റ്റ് 18-നാണ് നിലവിൽ വരുന്നത്. 2010 ഓഗസ്റ്റ് 18 നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, മധ്യപ്രദേശിൽ എന്നാണ് നിയമം നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് 2010 ഓഗസ്റ്റ് 18-നാണ്. 2018 ഓഗസ്റ്റ് 18-നാണ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 2010 ഓഗസ്റ്റ് 18-നാണ് എവിടെ നിലവിൽ വരുന്നത്? മധ്യപ്രദേശിലെ സേവനാവകാശ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക, 2010 ഓഗസ്റ്റ് 18-ന്. ഓക്കെ, രണ്ടാമത് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ആദ്യം നിലവിൽ വന്നത് മധ്യപ്രദേശിലും രണ്ടാമത് നിലവിൽ വന്നത് ബീഹാറിലുമാണ്. ബീഹാറിൽ 2011 മെയ് 2-നാണ് നിലവിൽ വരുന്നത്.
2011 മെയ് 2-നാണ് നമ്മുടെ ഇത് ബീഹാറിൽ നിലവിൽ വരുന്നത്. ആദ്യം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ് 2010 ഓഗസ്റ്റ് 18-ന്. 2010 ഓഗസ്റ്റ് 18-ന്. ഓക്കെ, അപ്പോൾ സേവനാവകാശ നിയമം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ സേവനാവകാശ നിയമം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. സേവനാവകാശ നിയമം, റൈറ്റ് ടു സർവീസ് ആക്ട് ആണ് സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പ് നൽകുന്ന ഒരു ഇന്ത്യയിലെ ജനങ്ങൾക്കും ഉറപ്പ് നൽകുന്ന, അല്ലെങ്കിൽ അത് കൃത്യമായി ലഭിക്കും എന്ന് അവസരമൊരുക്കുന്ന ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് സേവന അവകാശ നിയമം എന്ന് പറയുന്നത്. എല്ലാ സർക്കാർ ഓഫീസും അവരുടെ സേവനങ്ങൾ കറക്റ്റ് സമയത്തിനുള്ളിൽ, നമുക്ക് വേണ്ടുന്ന സമയത്തിനുള്ളിൽ, അതായത് നമുക്ക് ഇപ്പോൾ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് കളക്ട് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് സമർപ്പിക്കുകയും വേണം. ഇത് ഇത്രയും ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ആ ജോലി നഷ്ടമാകും. എന്നാൽ പഞ്ചായത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കത് കറക്റ്റ് സമയത്തിനുള്ളിൽ ലഭിച്ചില്ല എങ്കിൽ നമുക്കൊരു അവസരം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരാതെ നമുക്കത് കൃത്യമായി ആ സേവനം നമുക്ക് തരണം എന്ന് നമ്മൾ അനുശാസിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് സേവന അവകാശ നിയമമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാനുള്ള ഒരു അവസരം വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാലയളവിനോട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, സേവന അവകാശ നിയമപ്രകാരം ഇതെനിക്ക് തരേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദ്യം ചെയ്യാം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ ഓരോ നിയമങ്ങളും മനസ്സിലാക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അർഹതപ്പെട്ട ഒരു സേവനം നമുക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ, ആ ഉദ്യോഗസ്ഥനെതിരെ പിഴ ഈടാക്കാൻ വരെയുള്ള അധികാരം ഈ ഒരു നിയമം അനുസരിച്ചുണ്ട്. കേരളത്തിൽ ഇത് നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ VO എക്സാമിന് തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ എന്ന് നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ 2012 നവംബർ 1-ന്. കേരളത്തിൽ എന്നാണ് സേവനാവകാശ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചതാണ് ഈ ചോദ്യം. ഓക്കെ, അന്ന് VO തൃശ്ശൂർ ജില്ലയ്ക്ക് ചോദിച്ച ചോദ്യമാണ് 2012 നവംബർ 1. ഓക്കെ, ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. 2010 ഓഗസ്റ്റ് 18. 2010 ഓഗസ്റ്റ് 18. രണ്ടാമത് നിലവിൽ വന്നത് ബീഹാറിലാണ് 2011 മെയ് 2-ന്. 2011 മെയ് 2-ന്. സാറേ, ഈ സേവനാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്നാ 2010-ലാ? അത് സേവനാവകാശ നിയമത്തിന്റെ ആ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ അത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നമുക്കപ്പോൾ അടുത്തതിലോട്ട് പോകാം. അടുത്ത പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് അടുത്ത നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളോട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഴയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 1946-ലാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സമത്വത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപം കൊള്ളുന്നത്. 1946-ലെ കമ്മീഷൻ എന്ന് പറയുന്നത് UN-ലാണ് രൂപം കൊള്ളുന്നത്. UN-ൽ രൂപം കൊള്ളുന്ന ഒരു കമ്മീഷനാണ് 1946-ലെ കമ്മീഷനാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ സമത്വത്തിനും വേണ്ടിയിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കമ്മീഷൻ. ഓക്കെ, അത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, കമ്മീഷന്റെ പേര് ഇങ്ങനെയാണ്, കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ. കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്നാണ് ആ കമ്മീഷനെ പറയുന്ന പേര്. സ്ത്രീകളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ സമത്വത്തിനും വേണ്ടിയിട്ട് വന്ന ഒരു കമ്മീഷനാണ് 1946-ലെ കമ്മീഷൻ. UN-ലാണ് വന്നത്. അതിനുശേഷം 1967-ന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നത് 1967-ലാണ്. 1967-ലാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് UN തന്നെ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നത് 1967-ലാണ്. 1967-ലാണ്. ഓക്കെ, ഈ 1967 വന്ന ഇതിനെയും കാട്ടിയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 1979-ലാണ്. അതായത് 1979 സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനവും അവർക്കെതിരെ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഇവയൊക്കെ അവസാനിപ്പിക്കണമെന്നും അവരുടെ ഉന്നമനത്തിനായിട്ട് സ്ത്രീ വിവേചന ഉന്മൂല ഉടമ്പടി, അതിനെയാണ് നമ്മൾ പറയുന്നത് എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. അങ്ങനെ നിയമം
നിലവിൽ വന്നത് 1979 ഓക്കെ. അപ്പോൾ ഈ 1979 നിയമം PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. 1946 ആദ്യമായിട്ട് UN ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു കമ്മീഷനെയൊക്കെ രൂപം കൊള്ളിപ്പിക്കുന്നത്. 1967 ആദ്യമായിട്ട് ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒരു ഉടമ്പടി, ഒരു നിയമം പോലെ തന്നെ അവർ രൂപം കൊടുക്കുന്നത് 1979 1979 1979 സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള വിവേചനവും അവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളും മറ്റുമൊക്കെ അവസാനിപ്പിക്കണമെന്നും അവരുടെ ഉന്നമനത്തിനായിട്ട് ഒരു ഉടമ്പടി കൊണ്ടുവന്നു. ആ ഉടമ്പടിയുടെ പേരാണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി. സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി. ഓക്കെ, എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. അതാണ് 1979 വന്ന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നവംബർ 25 നമ്മൾ എല്ലാവരും ഇന്റർനാഷണൽ ലെവലിൽ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ 25. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ്. മാർച്ച് 8. മാർച്ച് 8. രേഷ്മയ്ക്ക് മനസ്സിലായില്ലേ 1967? ഓക്കെ, അപ്പോൾ നവംബർ 25 എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. എന്നാൽ മാർച്ച് 8 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ആ രണ്ട് കാര്യങ്ങളും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും വ്യക്തമായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. നവംബർ 25 പ്രത്യേകതയും മാർച്ച് 8 പ്രത്യേകതയും. നവംബർ 25 എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ ആണ്. എന്നാൽ മാർച്ച് 8 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ 2001 ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ പോളിസി കൊണ്ടുവരുന്നത്. ഓക്കെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ പോളിസി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 2001. ഓക്കെ, 2001 സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ സംരക്ഷണത്തിനും എല്ലാം വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു പോളിസി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2001. 2001 എന്ന വർഷം ഇന്ത്യ ആഘോഷിച്ചത് ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ ആയിട്ടാണ്. ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ. ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ. ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ. ഓക്കെ, ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ ആയിട്ട് നമ്മൾ എന്നാണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ 2001. 2001. ഓക്കെ, നമ്മുടെ ഇന്ത്യ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരുപാട് നിയമങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനും മറ്റും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പോളിസീസും ഒരുപാട് നിയമങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല പീഡനങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. എന്നാലും ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളും ഉണ്ട്. ഓക്കെ, ആ നിയമങ്ങൾ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. 1956 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മുടെ പ്രിലിംസിന് ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ടിനകത്ത് ഏത് മേഖല നമുക്ക് അവകാശങ്ങളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ഞാൻ ഈ പറയുന്ന നിയമങ്ങളെല്ലാം. അപ്പോൾ അതിനകത്തുനിന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1956 ഹിന്ദു മാരേജ് ആക്ട് ഇപ്പോൾ നമ്മുടെ ഇത് നിയമം അനുസരിച്ച് പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം എത്രയാണ്? 18. ഭരത്തെ, ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം എത്രയാ ഭരത്തെ? ഭരത്ത് വന്നല്ലോ, 21. ഓക്കെ. അപ്പോൾ 21 വയസ്സും 18 വയസ്സുമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിനെല്ലാം ഓരോത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് വരുന്നത് 1956 അത് 1956 വരുന്നത്. ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2006 നമ്മളൊരു നിയമം പാസ്സാക്കി. ചൈൽഡ് മാരേജ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2006 ഒരു നിയമം കൊണ്ടുവന്നു. ഓക്കെ,
നമ്മൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റിയിട്ടുണ്ടെന്നോ അതിപ്പം നിലവിലില്ലെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. 2006 ചൈൽഡ് മാരേജ് എന്ന് വേണ്ടി എതിരായിട്ടുള്ള പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് എന്ന നിയമം കൊണ്ടുവന്നത് 2006. ഓക്കെ. സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത് 1961. PSCയുടെ ഒരു സമയത്തുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്ത് PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചോദ്യം എത്രത്തോളം തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന നിരോധന നിയമം 1961. ഓക്കെ. ഭരത്തെ, നമുക്കതിനെപ്പറ്റി ആലോചിക്കാൻ ഭരത്തെ, വരത്തെ വിഷമിക്കണ്ട. ഓക്കെ. 1960 ഈ ഗ്രൂപ്പിനകത്ത് മറ്റ് സ്ത്രീകളുണ്ട്, അവരോടുകൂടെ സജഷൻസ് ഭരതത്തിന് ചോദിക്കാം, എന്നിട്ട് തീരുമാനം എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാം. ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറയുന്നത് 1956. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് 2006. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് 2006 പറഞ്ഞു. സ്ത്രീധന നിരോധന നിയമം 1961. 1961 മെയ് 20 നിയമം നിലവിൽ വന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിഞ്ഞ കുറച്ച് ഈ ഒരു വർഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും മറ്റും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലയളവാണ് നമ്മുടെ 2019, 2020 എന്ന് പറയുന്ന വർഷം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട പല കാര്യങ്ങളും അയാൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയം അയാളുടെ മൈൻഡിലൂടെ കടന്നു പോകാം. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്നുള്ള പല ചോദ്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് സ്ത്രീകളുടെ അവകാശ നിയമങ്ങൾ ഞാൻ എടുത്ത് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് 1956 ഹിന്ദു മാരേജ് ആക്ട്, 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ്, 1961 വന്ന സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഗർഭ നിയന്ത്രണ പരിപാടി, അതിനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് 1972. 1972 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഇന്ത്യയിൽ ഗർഭ നിയന്ത്രണ പദ്ധതി കൊണ്ടുവന്നത് 1972 നിയമപ്രകാരമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതുപോലെ ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്കെതിരെ വന്ന നിയമമാണ് 2013 ഏപ്രിൽ 23 നിലവിൽ വന്നത്. ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ കൊണ്ടുവന്ന നിയമമാണ് 2013 ഏപ്രിലിൽ കൊണ്ടുവന്ന നിയമം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകുമ്പോഴും പലപ്പോഴും പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ നിങ്ങൾ പോകുമ്പോഴും കാണപ്പെടുന്ന ഒരു ബ്രൗഷർ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പാർട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെല്ലാം സേഫ് ആണ് എന്നുള്ളതൊക്കെ കുറിച്ച്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പീഡനങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ വന്ന നിയമമാണ് 2013 ഏപ്രിൽ 23. 2013 ഏപ്രിൽ 23. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. 1956 ഹിന്ദു മാരേജ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് 2006, സ്ത്രീധന നിരോധന നിയമം 1961 മെയ് 20, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഇന്ത്യയിൽ ഗർഭ നിയന്ത്രണ പദ്ധതി അത് 1972, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന 5, ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ വന്ന നിയമം 2013 ഏപ്രിൽ 23. നമുക്ക് അടുത്തതിലോട്ട് പോവാം. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേക്കും സംസ്ഥാന വനിതാ കമ്മീഷനും ഉണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1992 ജനുവരി 31. 1992 ജനുവരി 31 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 1992 ജനുവരി 31. ജനുവരി 31 ഇത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നിലവിൽ വരുന്നത്. ഓക്കെ.
നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ 1992 നിലവിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ദേശീയ കമ്മീഷൻ വന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ദേശീയ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. റിൻഷി പറഞ്ഞ കറക്റ്റാ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വരാൻ വേണ്ടി കാരണമായ ഒരു നിയമമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വന്ന നിയമം എന്നാണ്, കേന്ദ്രത്തിലെ നിയമം എന്നാണ് പാസ്സാക്കിയത്? 1990. അതെ, കറക്റ്റ്. ആര്യം പറഞ്ഞു, റിൻഷിക പറഞ്ഞു 1990. 1990 നിയമം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തത്? 92 ജനുവരി 31 നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക. നിയമം വന്ന വർഷം ചോദിച്ചാൽ അത് 1990 നിയമം വന്ന വർഷം 1990. നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 6 മെമ്പേഴ്സ് ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 6 മെമ്പേഴ്സ് ആണുള്ളത്. 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ചെയർമാനും കൂടെ ഉൾപ്പെടെ 6 മെമ്പേഴ്സ് ആണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസിൽ ഉള്ളത്, സെൻട്രലിലുള്ളത്. ഈ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിലെ മെമ്പേഴ്സിനെയും ചെയർമാനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, അതോ സെൻട്രൽ മിനിസ്ട്രി ആണോ, സെൻട്രൽ ഗവൺമെന്റ് ആണോ? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? പ്രസിഡന്റ് അല്ല ഗ്രേസേ. പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററും അല്ല ഗ്രേസേ. സെൻട്രൽ ഗവൺമെന്റാ. സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. അത് ചിലപ്പോൾ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കമ്മീഷനുകളെ പോലെ അല്ല ഈ ഒരു കമ്മീഷൻ. ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അതായത് സെൻട്രലിലെ കമ്മീഷൻ, വുമൺസ് കമ്മീഷൻ എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലയളവ് എന്ന് പറയുന്നത്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ആദ്യം ഏത് വരുമോ, 3 വർഷമാണോ 65 വയസ്സാണോ, ഇതിലേതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതാണ് അവരുടെ കാലയളവ് എന്ന് പറയുന്നത്. ആദ്യം 65 വയസ്സാകുന്നുണ്ടെങ്കിൽ അവരെ 65 വയസ്സാകുമ്പോൾ അവർക്ക് റിട്ടയർ ആകാം. 3 വർഷം ആകുമ്പോഴാണെങ്കിൽ 3 വർഷം ആകുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറാം. ഓക്കെ, അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വുമന്റെ കാലയളവ് എന്ന് പറയുന്നത്, ടെന്യൂർ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആര്? PSCയുടെ PQ ആണ്. ആദ്യത്തെ ചെയർപേഴ്സൺ ആര്? അതെ, ജയന്തി പട്നായിക് ആണ് ആദ്യത്തെ ചെയർപേഴ്സൺ. ഇപ്പോ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മ. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മ. ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൂ. നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റെ മാസം തോറും അവർ ഇറക്കുന്ന മാഗസീനിന്റെ പേരെന്താണ്? അവരുടെ മന്ത്ലി മാഗസീന്റെ പേരെന്താണ്? രാഷ്ട്രമഹിള. മന്ത്ലി മാഗസീന്റെ പേര് രാഷ്ട്രമഹിള. ഓക്കെ, മന്ത്ലി മാഗസീന്റെ പേര് ചോദിച്ചാൽ രാഷ്ട്രമഹിള. ഇനി 1916 കേരളത്തില് വുമൺസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. കേരള വനിതാ കമ്മീഷൻ വരുന്നത് 1996 മാർച്ച് 16 കേരളത്തിൽ വുമൺസ് കമ്മീഷൻ ഫോം ചെയ്യാൻ കാരണമായ നിയമം പാസാക്കിയത് 1995 സെപ്റ്റംബർ 15 മാർച്ച് 14 അല്ലേ? മാർച്ച് 14 മാർച്ച് 16 അല്ലേ? മാർച്ച് 14 അല്ലേ സർ? 14 ഓക്കെ. അതെനിക്ക് തെറ്റിപ്പോയതായി, സോറി. മാർച്ച് 14. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. നമ്മുടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വനിതാ കമ്മീഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുമ്പോൾ, കേരളത്തിൽ എന്നാണ് നിയമം പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ എന്നാണ് നിയമം വന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിയമം പാസ്സാക്കിയത് 1995 കേരളത്തിലെ നിയമം പാസ്സാക്കിയത്. കേരളത്തിലെ നിയമം പാസ്സാക്കിയത് 1995 സെപ്റ്റംബർ 15 സെപ്റ്റംബർ 15
ഓക്കെ. കമ്മീഷൻ മാർച്ച് 16 രൂപം കൊണ്ട്. മറ്റാർക്കെങ്കിലും സംശയമുണ്ടോ? അത് മാർച്ച് 14? യെസ് സർ, 14 ഞാൻ ഓർമ്മ. ആണോ? ഓക്കെ, അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് നാളെ പറയാം. ഓക്കെ, ഞാൻ മാർച്ച് 16 ശ്രദ്ധിച്ചിട്ടുള്ള, ഞാൻ അത് നോക്കിയിട്ടൊന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പറയാം. അപ്പോൾ കേരള വനിതാ കമ്മീഷന്റെ കാലയളവ് എത്രയാണ്? കേരള വനിതാ കമ്മീഷന്റെ കാലയളവ് എത്രയാണ്? കേന്ദ്ര വനിതാ കമ്മീഷന്റെ കാലയളവ് നമ്മൾ പറഞ്ഞു 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരള വനിതാ കമ്മീഷന്റെ 5 വർഷം. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേരള വനിതാ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രം. കേരള വനിതാ കമ്മീഷന്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രമാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരി. സുഗതകുമാരി ടീച്ചറാണ് കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ജോസഫൈൻ. എം സി ജോസഫൈൻ മാഡമാണ് ഇപ്പോൾ നിലവിൽ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, കേരള വനിതാ കമ്മീഷന്റെ മന്ത്ലി മാഗസിന്റെ പേരെന്താണ്? സ്ത്രീശക്തി. അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ അവകാശമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിയമങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഓട്ടിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു. അതുപോലെ പഴയ യുഎന്റെ ആക്ടുകളും സാർവദേശിക സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇന്ത്യയും ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഓർക്കേണ്ട ഒരു പോയിന്റ്, 2001 ഇന്റർനാഷണൽ 2001 ഇന്ത്യ ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൻസ് ആയിട്ടാണ് ആഘോഷിച്ചത്. അതുപോലെ കുറച്ച് നിയമങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വർഷങ്ങൾ ഓർമ്മപ്പെടുത്തി. ഹിന്ദു മാരേജ് ആക്ട് 1956, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് 2006, സ്ത്രീധന നിരോധന നിയമം 1961, ഗാർഹിക പീഡന നിരോധന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പക്ഷെ അത് നിലവിൽ വരുന്ന 2006 അതുപോലെ ജോലി സ്ഥലത്ത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം 2013 ഏപ്രിൽ 23 വന്ന കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വന്നു 1972 വന്നു. ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ദേശീയ തലത്തിലും ദേശീയ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് വനിതാ കമ്മീഷനും ഒക്കെ നിലവിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 1990 കേന്ദ്രത്തിലെ നിയമം പാസ്സാക്കുന്നതെന്നും അത് വന്ന തീയതിയൊക്കെ പറഞ്ഞു. അതിനകത്ത് 6 മെമ്പേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. അവരുടെ കാലാവധി നമ്മൾ പറഞ്ഞു 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നിർഭയ ഭവനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആണെന്നും ഇപ്പോൾ നിലവിൽ രേഖാ ശർമ്മയാണെന്നും. മന്ത്ലി മാഗസിൻ രാഷ്ട്ര മഹിളയാണെന്നും പറഞ്ഞു. കേരള വുമൻസ് കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് 1995 നിലവിൽ വരുന്നത്. ആക്ട് പാസ്സാക്കുന്നത് നിലവിൽ വരുന്നത് 96 നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് കേരള വുമൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഇവരുടെ ഓഫീസിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുഗതകുമാരി ടീച്ചറാണ്. ഇപ്പോൾ നിലവിൽ എം സി ജോസഫൈൻ ആണ്. ഇവരുടെ മാഗസിന്റെ പേര് ചോദിച്ചാൽ സ്ത്രീ ശക്തി. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ളതിലോട്ട് കിടക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷനുമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ 1996 കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. അഖിലാദേവി, എനിക്ക് മനസ്സിലായില്ല. 1965-64 ബന്ധപ്പെട്ട്
വിജിലൻസ് കമ്മീഷനോട്ട് ബന്ധപ്പെട്ട് ഓക്കെ 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 നമ്മൾ വിജിലൻസ് കമ്മീഷന്റെ കാര്യമാണ് അടുത്ത് പറഞ്ഞത്. വിജിലൻസ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1964 ഓക്കെ 1964 നമ്മുടെ എന്ത് വരുന്ന വിജിലൻസ് കമ്മീഷൻ വരുന്നത്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓർത്തു വെച്ചിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ ഒരു സ്ഥാപനമാണ് വിജിലൻസ് കമ്മീഷൻ. 1964 ഫെബ്രുവരിയിലാണ് ഇത് രൂപം കൊള്ളുന്നത്. ഓക്കെ, 1964 ഫെബ്രുവരിയിലാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. സദാർകദ ഭവൻ എന്ന് പറയും. സദാർകദ ഭവൻ 1996 കേരളത്തിൽ വുമൻസ് കമ്മീഷൻ വന്ന തീയതിയല്ലേ പറഞ്ഞേ? സെൻട്രൽ വുമൻസ് 1992 ആണ്. 92 ജനുവരി 31 വുമൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോ സാർ ന്യൂഡൽഹിയിലെ പ്ലേസിന്റെ പേരൊന്ന് പറയൂ. സദാർകദ ഭവൻ. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീനിവാസ റാവു ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. ഇപ്പോ നിലവിലത്തെ ആളെന്ന് പറയുന്നത് സഞ്ജയ് കോത്താരിയാണ്. സഞ്ജയ് കോത്താരി ഓർത്തു വെച്ചിരിക്കുക. 2020 ഏപ്രിലാണ് ജോയിൻ ചെയ്തത്. സഞ്ജയ് കോത്താരി 2020 ഏപ്രിലാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 1964 രൂപം കൊള്ളുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി തടയുന്നതുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു കമ്മീഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1964 ഫെബ്രുവരിയിലാണ് രൂപം കൊണ്ടത്. ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ സദാർകദ ഭവനാണ്. ഫോം ചെയ്തത് ഇത് ഫോം ചെയ്യാൻ കാരണമായ ഒരു കമ്മിറ്റി കൂടെയുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് ഫോം ചെയ്തത്? നമ്മുടെ ഈ വിജിലൻസ് കമ്മീഷൻ ഫോം ചെയ്തത്. ഓക്കെ, വിജിലൻസ് കമ്മീഷൻ ഫോം ചെയ്തതിന് കാരണമായ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സന്താനം കമ്മിറ്റി. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ശരത് കുമാർ ഇതിന് മുമ്പുള്ളതായിരുന്നു സർ. അതെ. ഇപ്പോ സഞ്ജയ് കോത്താരിയാണ്. സഞ്ജയ് കോത്താരി ഏപ്രിലാണ് കയറുന്നത്. സദാർകദ ഭവൻ സ്പെല്ലിംഗ് SATARKTA സദാർകദ ഭവൻ. സാർ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു? ഫസ്റ്റ് ചെയർപേഴ്സൺ ശ്രീനിവാസ റാവു ആണ്. ശ്രീനിവാസ റാവു. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. കമ്മീഷൻ പഠിച്ചാൽ ഇപ്പോൾ തീരും. നമുക്ക് വേറൊരു ചെറിയൊരു കാര്യം കൂടെ നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നോക്കിപ്പോയിരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുണ്ടായിരുന്നത് ഫെഡറൽ സിസ്റ്റം ഇല്ലെങ്കിൽ സംയുക്ത വ്യവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, ഫെഡറൽ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് സംയുക്ത ഭരണ സിസ്റ്റം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഭരണഘടനയുടെ ഒരു ബേസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇവയായിട്ടൊക്കെ ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഭരണത്തെ പറയാം. ഒന്നെന്ന് പറയുന്നത് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് യൂണിറ്ററി സിസ്റ്റം, മറ്റൊന്ന് ഫെഡറൽ സിസ്റ്റം. രണ്ട് രീതിയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. യൂണിറ്ററി സിസ്റ്റം ഉണ്ട്, ഫെഡറൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. യൂണിറ്ററി സിസ്റ്റം ഉണ്ട്, ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഭരത്തെ റിവൈസ് ചെയ്യാം. ലാസ്റ്റ് ഞാൻ അത് റിവൈസ് ചെയ്തത് ഈ ഒരു കാര്യം ഒന്ന് കേട്ടോ. യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഗവൺമെന്റുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇപ്പോൾ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിലെ കൊച്ചായിട്ടുള്ള രാജ്യങ്ങളെ നമുക്ക് സംസ്ഥാനമെന്നോ അല്ലെങ്കിൽ സിറ്റീസ് എന്നോ കൗണ്ടീസ് എന്നോ അങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങളിൽ ഓരോ പേരുകളിൽ പറയും. നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളെന്നാണ് നമ്മൾ ഓരോ കൊച്ചു പാർട്ടിനെയും പറയുന്നത്. ഇപ്പോൾ ഒരു സെൻട്രലിൽ ഒരു പാർട്ടുണ്ട്. ഈ സെൻട്രലിലുള്ള പാർട്ടാണ് മെയിൻ ആയിട്ടുള്ള ആള്. അതാണ് യൂണിറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
പവർ മുഴുവൻ സെൻട്രലിനായിരിക്കും. ഇതിന് ചുറ്റുമുള്ള കൊച്ചു 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 സംസ്ഥാനങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത്, സംസ്ഥാനം അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കൗണ്ടീസ് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പ്രൊവിൻസസ്, പ്രവേശികൾ, ഈ പ്രവേശികൾക്കെല്ലാം ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഇതിലുള്ള അധികാരങ്ങളേ ഉള്ളൂ. അതായത് സെൻട്രലിലുള്ള ഭരണമാണ് ഏറ്റവും ശക്തിയാർന്ന ഭരണം. സെൻട്രലിൽ ഭരിക്കുന്നതിന് ആണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ നടത്തിപ്പിക്കുക എന്നുള്ള ജോലി മാത്രമേ ഇവർക്കുള്ളൂ. അതാണ് ഈ ഒരു യൂണിറ്ററി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സെൻട്രലായിട്ട് ഒരു പാർട്ടുണ്ട്, അതിനു ചുറ്റും സംസ്ഥാനങ്ങളുണ്ട്, കുറെ അധികാരങ്ങൾ ആർക്കുണ്ട്? ഓട്ടോണോമസ് ആയിട്ടുള്ള കുറെ പവർ നമ്മുടെ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. എന്നാൽ അത് സെൻട്രലുമായിട്ട് കണക്റ്റഡ് ആണ്. സെൻട്രൽ പറയുന്ന കാര്യങ്ങളും വരും, അത് പോരാഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിനും ചില കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ ലോക്കൽ ഗവൺമെന്റിന്, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഈ ലോക്കൽ ഗവൺമെന്റിനും എന്തുണ്ട്? ചെറിയ ചെറിയ അധികാരങ്ങളുണ്ട്, അവർക്കും ചെറിയ ചെറിയ പവറുകളുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരങ്ങളുണ്ട്, ഇതുണ്ട്. എന്നാൽ യൂണിറ്ററി സിസ്റ്റത്തിനകത്ത് അങ്ങനെയില്ല. സെൻട്രലിലുള്ള ആൾ എന്ത് പറയുമോ, അതായത് ഒരു രാജാവും രാജാവിന്റെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ എന്നുള്ള കൺസെപ്റ്റാണ് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ഫെഡറൽ സിസ്റ്റം അങ്ങനെയല്ല. ഓക്കെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അതായത് നമുക്ക് 3 കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ജോലി എന്ന് പറയുന്നത്, ഒന്ന് നിയമം ഉണ്ടാക്കുക, ലെജിസ്ലേച്ചർ, മറ്റൊന്ന് അതിനെ നടത്തിപ്പിക്കുക, എക്സിക്യൂട്ടീവ്, പിന്നെ നമ്മൾ പറഞ്ഞത് നിയമവ്യവസ്ഥ. ഇത് 3ഉം ഒരുമിച്ചാണ് നമ്മുടെ ഇവിടെ വരുന്നത്, നമ്മുടെ ഈ ഒരു യൂണിറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. പക്ഷെ ഇത് 3ഉം സെൻട്രൽ ഗവൺമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു ഫെഡറൽ വ്യവസ്ഥ വരുമ്പോഴേക്കും ഇതിനെല്ലാം എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് സ്റ്റേറ്റിനുമുണ്ട്, സെൻട്രലിനും വരും. ഓക്കെ, അതാണ് യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ മൊത്തം ലോകരാഷ്ട്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫെഡറൽ സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്, യൂണിറ്ററി സിസ്റ്റത്തിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്. ഓക്കെ, അതായത് യൂണിറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ ഇവയൊക്കെ വർക്ക് ചെയ്യുന്നത് യൂണിറ്ററി സിസ്റ്റത്തിന്റെ പുറത്താണ്. ഇറ്റലിയൊക്കെ വർക്ക് ചെയ്യുന്നത് യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. എന്നാൽ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, അതുപോലെ കാനഡ, അതുപോലെ മെക്സിക്കോ. ഈ രാജ്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഫെഡറൽ വ്യവസ്ഥയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അമേരിക്ക ഒരു ഫെഡറൽ സംസ്ഥാനമാണ്, അതേപോലെ UK എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി സിസ്റ്റമുള്ള ഒരു രാജ്യമാണ്, ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി സിസ്റ്റമുള്ള ഒരു രാജ്യമാണ്, കാനഡ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ വ്യവസ്ഥ ഉള്ള ഒരു രാജ്യമാണ്. ഇനി യൂണിറ്ററി സിസ്റ്റത്തിന്റെ അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത്, യൂണിറ്ററി സിസ്റ്റത്തിന് ഒരു എഴുതിയ ഭരണഘടന കാണത്തില്ല. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആർക്കുള്ളത്? യൂണിറ്ററി സിസ്റ്റത്തിനുള്ളത്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് UK എഴുതിയ ഭരണഘടന ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ഫെഡറൽ സംസ്ഥാനങ്ങൾക്കെല്ലാം, ഫെഡറൽ രാജ്യങ്ങൾക്കെല്ലാം എന്ത് കാണും? ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് യൂണിറ്ററി സിസ്റ്റം ഭരണമുള്ള രാജ്യങ്ങളിലൊന്നും എന്ത് കാണപ്പെടത്തില്ല? എഴുതിയ ഭരണഘടന കാണില്ല. എന്നാൽ ഫെഡറൽ രാജ്യങ്ങളിലെല്ലാം എന്തുണ്ട്? റിട്ടൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, യൂണിറ്ററി സിസ്റ്റമുള്ള രാജ്യങ്ങളിൽ ഒരൊറ്റ നിയമമേ കാണത്തുള്ളൂ. ആ നിയമം ആ രാജ്യത്തുള്ള എല്ലായിടത്തും, അവിടെയുള്ള കൊച്ചു കൊച്ചു പ്രവേശികളിലും എല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഫെഡറൽ വ്യവസ്ഥമുള്ള രാജ്യങ്ങളിൽ 2 കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. സെൻട്രലിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, ഓരോ രാജ്യങ്ങൾക്കും ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. മനസ്സിലായോ? സെൻട്രലിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, നമ്മുടെ ഓരോ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങൾക്കും കൊച്ചു കൊച്ചു ലോക്കൽ ഗവൺമെന്റുകൾക്കും എന്തുണ്ട്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും. അതാണ് ഫെഡറൽ വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് യൂണിറ്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇന്ത്യയുടെ പോളിസി എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ പോളിസി നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോളണം. PSCയുടെ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോസി ഫെഡറൽ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോസി ഫെഡറൽ രാജ്യമാണ്. കോസി ഫെഡറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? ഹാഫ് ആണ്, ഫെഡറൽ സിസ്റ്റത്തിന്റെ പകുതി. വേറൊന്നുമല്ല, ഇന്ത്യ മുഴുവനായി ഒരു ഫെഡറൽ സിസ്റ്റമുള്ള ഗവൺമെന്റ് എന്നും പറയാൻ പറ്റത്തില്ല, മുഴുവനായി ഒരു യൂണിറ്ററി സിസ്റ്റം ആണെന്നും പറയാൻ പറ്റത്തില്ല.
ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യ നൈദർ എ ഫെഡറൽ സ്റ്റേറ്റ് നോർ എ യൂണിറ്ററി സ്റ്റേറ്റ്. അതായത് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം അതുപോലെ കീപ്പ് ചെയ്യുന്ന രാജ്യവുമല്ല, യൂണിറ്ററി സിസ്റ്റം കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യവുമല്ല. ഇന്ത്യ ഇത് രണ്ടിന്റെയും ഏകദേശ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്ക് നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജാവ് ഭരിക്കും പോലെ അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുണ്ട്, സംസ്ഥാനത്തിന് ഗവൺമെന്റ് ഉണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ സംസ്ഥാനമാണെന്ന് നമുക്ക് പറയാം. അടുത്ത കാര്യം, ഫെഡറൽ സംസ്ഥാനമാണെങ്കിൽ, ഫെഡറൽ രാജ്യമാണെങ്കിൽ ആ ഫെഡറൽ രാജ്യത്തിന് എന്തുണ്ട്? സ്റ്റേറ്റിനൊരു ഭരണഘടന കാണും, സെൻട്രലിന് ഒരു ഭരണഘടന കാണും. നമുക്കിവിടെ അതേപോലെ കേരളത്തിനൊരു ഭരണഘടന, അടുത്ത മധ്യപ്രദേശിന് മറ്റൊരു ഭരണഘടന, ഇന്ത്യക്ക് ഇതെല്ലാം പോയിട്ട് വേറൊരു ഭരണഘടന. അങ്ങനെ ഉണ്ടോ? നമുക്ക് ഇല്ല. ഇന്ത്യക്ക് ഒറ്റ ഭരണഘടനയുള്ളൂ. ആ ഒറ്റ ഭരണഘടന എന്ന് പറയുന്ന കൺസെപ്റ്റ് ആർക്കാണുള്ളത്? യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിനാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അവിടെ എന്താണ് ഫോളോ ചെയ്യുന്നത്? യൂണിറ്ററി സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഫെഡറൽ സിസ്റ്റമുള്ള ഒരു രാജ്യത്തിനകത്ത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ്. അതായത് അവിടെയുള്ള കൊച്ചു കൊച്ചു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരുന്ന കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളിൽ ഒരു സിറ്റിസൺഷിപ്പും സെൻട്രലിൽ പോകുമ്പോൾ മറ്റൊരു സിറ്റിസൺഷിപ്പും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെയാണോ? ജമ്മു കാശ്മീർ താമസിക്കുന്നവന് ഒരു സിറ്റിസൺഷിപ്പ്, തമിഴ്നാടുള്ളവന് മറ്റൊരു സിറ്റിസൺഷിപ്പ്, കേരളത്തിനുള്ളവന് കേരള സിറ്റിസൺഷിപ്പ്. ഇങ്ങനെയല്ലല്ലോ, കേരളത്തിലെ ഏക പൗരത്വമാണ്. അതാണ് വീണ്ടും ഇന്ത്യയെ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി യൂണിറ്ററി സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത്. യൂണിറ്ററി സിസ്റ്റം ഒറ്റ രാജ്യമാണ്, അവിടെ ഒറ്റ എന്തേ ഉള്ളൂ? ഒറ്റ പൗരത്വമേ ഉള്ളൂ. അതാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അടുത്ത കാര്യം നോക്കാം. ഇന്ത്യക്ക് ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു, ഏക പൗരത്വമാണ് ഇന്ത്യക്ക് തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്കകത്ത് നമുക്ക് ഒരു സംസ്ഥാനത്തിന്റെ ബൗണ്ടറി മാറ്റണം അല്ലെങ്കിൽ ബൗണ്ടറി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ കാര്യം എവിടെ തീരുമാനിച്ചാൽ മതി? പാർലമെന്റിൽ, സെൻട്രലിൽ പാസ്സാക്കിയാൽ അത് നിയമമായി വന്നു കഴിഞ്ഞു. എന്നാൽ ഒരു ഫെഡറൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രലിന് ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ഒരു കൗണ്ടിയുടെ ബൗണ്ടറിയെ വിഭജിക്കാൻ അല്ലെങ്കിൽ ബൗണ്ടറിയെ ചേഞ്ച് വരുത്താനുള്ള അധികാരം ആർക്കില്ല? ഫെഡറൽ രാജ്യത്തിനില്ല. ഓക്കെ, ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ പ്രത്യേകതകളുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വട്ടൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇത് വ്യത്യാസം വരുത്തി പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഫെഡറൽ രീതിക്കാണെങ്കിൽ ഫെഡറൽ രീതിയുള്ള രാജ്യങ്ങളിലാണ് ഡ്യുവൽ ബൈക്യാമറൽ സിസ്റ്റം ഉള്ളത്. ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും ഉള്ളത്. ഇന്ത്യ അതേപോലെയാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു അപ്പർ ഹൗസും ഉണ്ട്, ഒരു ലോവർ ഹൗസും ഉണ്ട്. അതുപോലെ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് യൂണിറ്ററി സിസ്റ്റമുള്ള ഒരു രാജ്യത്തെ പോലെയാകും ഇന്ത്യ. അതായത് എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ അധികാരം കൂടെ ആർക്ക് പോകും? യൂണിയനിലോട്ട് പോകും. ഇന്ത്യ എന്ന് പറയുന്നത് ഒറ്റ യൂണിയനായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യയെ എന്തെന്ന് പറയുന്നത്? ഒരു കൊസി ഫെഡറൽ രാജ്യം എന്ന് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമല്ല, ഒരു പാർഷ്യലാണ്. യൂണിറ്ററിയുടെയും ഫെഡറലിന്റെയും നല്ല നല്ല ക്വാളിറ്റീസിനെ കൂട്ടിച്ചേർത്ത് ഇഴുകിച്ചേർത്ത് ഉണ്ടാകിയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇന്ത്യ ഫോം ചെയ്തത് കുറെ സംസ്ഥാനങ്ങൾ അങ്ങോട്ട് ചെന്ന് രൂപം കൊണ്ടുണ്ടായ രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായിട്ട് ഇന്ത്യയെ വിഭജിച്ചുണ്ടാക്കിയതാണ് കൊച്ചു 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 സംസ്ഥാനങ്ങൾ. പക്ഷെ അമേരിക്ക എന്ന് പറയുന്നത് അങ്ങനെയല്ല. അമേരിക്കയിലെ ഓരോ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളും കൊച്ചു കൊച്ചു രാജ്യങ്ങൾ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങൾ അങ്ങോട്ട് ചെന്ന് രൂപം കൊണ്ടാണ് അതൊരു സെന്റർ ആയിട്ട് മാറിയത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു സെന്ററേ ഉള്ളൂ. ആ സെന്ററിനെയാണ് ഡിവൈഡ് ചെയ്ത് കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നതും ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഇന്ത്യൻ യൂണിയന്റെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രലിന്റെ കീഴിലാണ് വരുന്നത്. സോ നമ്മളെല്ലാം അധികാരം ആർക്കാണുള്ളത്? സെൻട്രലിനാണ് അധികാരമുള്ളത്. അതാണ് ഇന്ത്യയുടെ കൊസി ഫെഡറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുകയോ പറഞ്ഞ കാര്യം? സിമ്പിൾ ആണ് കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു തന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്തായി മാറിയത്? ഒരു ഫെഡറൽ സിസ്റ്റം, ഒരു സംയുക്ത ഭരണ വ്യവസ്ഥ. അതായത് സംയുക്ത ഭരണ വ്യവസ്ഥയൊന്നുമല്ല, ഒരു കൊസി ഫെഡറൽ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആ രീതിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. കാരണം
വേറെയും കാര്യങ്ങൾ നമുക്ക് ഇതോട്ട് കണക്ട് ചെയ്ത് പറയാം. അതായത് ഇപ്പോൾ കേരളത്തിന്റെ ഹെഡ് എന്ന് പറയുന്ന ഒരാൾക്ക് നമുക്ക് ആരുണ്ട്? ഗവർണർ ഉണ്ട്. ഗവർണറെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. കേരളത്തിലുള്ള ആരുമല്ല തീരുമാനിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നമ്മുടെ കേരളത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവർണറിനെ തന്നിരിക്കുന്നത്. ആ ഗവർണറുടെ കാലയളവ് എത്ര നാൾ കേരളത്തെ ഭരിക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ ഒരു ചങ്ങല പോലെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന കാര്യമാണ്. അതായത് പൂർണ്ണമായും കേരളത്തിന് അധികാരമില്ല. പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരാൾ കേരളത്തിന് കൺട്രോൾ ചെയ്യവിടെ ഉണ്ട്, ഗവർണർ എന്ന പോസ്റ്റ്. അതും സെൻട്രൽ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ലിങ്കാണ്. ഓക്കെ, അതാണ് നമ്മുടെ കൊസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ? ഭരത്, റിൻസി, ജസീന, രേഷ്മ, അശ്വതി, ആർക്കും ഒരു സംശയം ഒന്നുമില്ലല്ലോ? മനസ്സിലായല്ലോ? സൂര്യ, വിദ്യ, ശ്രീവിദ്യ, സുമിത്ര, സ്മൃതി, സ്മിതേഷ്, ശിവകുമാർ, ഷഹാന, ആർക്കും സംശയം? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെയല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് വോട്ടവകാശത്തെ കുറിച്ചാണ് പറഞ്ഞത്. വോട്ടവകാശത്തിൽ നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ വോട്ടിംഗ് പ്രായം 18 വയസ്സായിരുന്നു എന്നും തുടക്കത്തിൽ അത് 21 വയസ്സായിരുന്നു എന്നും അത് ആർട്ടിക്കിൾ 61 ഭേദഗതി പ്രകാരമാണ് 1989 61 ഭേദഗതി പ്രകാരമാണ് അത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്നും രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനുമാണെന്നും. അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ നിർത്തലാക്കിയതാണ് 19ാമത്തെ അമെന്റ്മെന്റ്. 1966 19 ഭേദഗതി പ്രകാരമാണ് ഇത് മാറ്റിയെന്ന് പറഞ്ഞു. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസസ് അല്ലെങ്കിൽ പെറ്റീഷൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം ഹൈക്കോടതിക്കാണെന്നും അന്തിമ വിധി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിക്കുമാണെന്ന് പറഞ്ഞു. അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമം വന്നത് 1950 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് നമ്മുടെ ഇലക്ഷനും മറ്റുമൊക്കെ നടന്നെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കി. ആർട്ടിക്കിളുകളും എന്നാണ് ഫോം ചെയ്തതെന്നും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നും ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആണെന്നും അത് പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷണർ ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ടീക്കാറാം വീണയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസറുടെ കാര്യവും അതുപോലെ റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യവും നമ്മൾ പറഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ജോലി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 21 വയസ്സാണ് പഞ്ചായത്ത്, നഗരസഭ ഇവയിലുള്ള പ്രായപരിധി എന്ന് നമ്മൾ പറഞ്ഞു. 25 സംസ്ഥാന നിയമസഭയുടെ കാര്യമെന്ന് പറഞ്ഞു. 30 വയസ്സാണ് രാജ്യസഭ അതുപോലെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ഏജ് എന്ന് ഞാൻ പറഞ്ഞു. 35 രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രസിഡന്റിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് എത്ര രൂപ കൊടുക്കണമെന്നും പ്രസിഡന്റ്, രാജ്യസഭ, ലോക്സഭ, MLA ഇവരെയൊക്കെ നമ്മൾ നോക്കി. ജസ്റ്റ് അതിന്റെ കൂടെ നമ്മളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, കോർപ്പറേഷൻ ഇവയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ 20 പേരുണ്ടെന്നും രാജ്യസഭയിൽ 9 പേരുണ്ടെന്നും സംസ്ഥാന നിയമസഭയിൽ 140 പേരാണെന്നും പട്ടികജാതിക്കാര് ലോക്സഭയിൽ 2 പേരുണ്ട്. 2 മണ്ഡലങ്ങളുണ്ട്, ആലത്തൂരും മാവേലിക്കരയുമാണ്. എന്നാൽ സംസ്ഥാന നിയമസഭയിൽ 2 പട്ടികവർഗ സീറ്റുണ്ട്. അതെന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അതിന്റെ കൂടെ നമ്മൾ കണക്ട് ചെയ്ത് 2-3 ആർട്ടിക്കിളുകളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 330, 331, 332, 333. അതിന്റെ കൂടെ 104 ഭേദഗതി കൂടെ നമ്മൾ പറഞ്ഞു. അത് നിലവിൽ വന്നത് 2020 ജനുവരിയിലാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ബില്ല് 2019 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കാര്യം പറഞ്ഞു. 2026 വരെ ഇപ്പോൾ ഉള്ള മണ്ഡലങ്ങൾ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ ലോക്സഭയിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലൊക്കെ എക്സ്പെൻഡിച്ചർ എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോയത് സേവനാവകാശ നിയമത്തെക്കുറിച്ചാണ്. സേവനാവകാശ നിയമം എന്നാണ് കേരളത്തിൽ നിലവിൽ വന്നതെന്നും ആദ്യം നിലവിൽ വന്നത് മധ്യപ്രദേശിലാണെന്നും 2010 മധ്യപ്രദേശിൽ വന്നു എന്നും കേരളത്തിൽ 2012 നവംബർ 1 വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. 1946 സ്ത്രീകൾക്ക് അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപം കൊണ്ടത്. 1967 സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യത്തെ ഡിക്ലറേഷൻ വരുന്നു. 1979 സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ സ്ത്രീ വിവേചന ഉന്മൂല ഉടമ്പടി, എലിമിനേഷൻ ഫോർ ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്ന നിയമത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് 2001 ഇന്ത്യയുടെ നാഷണൽ പോളിസി എംപവർമെന്റ് ഓഫ് വുമൻസിന് വേണ്ടി കൊണ്ടുവന്ന നാഷണൽ പോളിസിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ എംപവർമെന്റ് ഓഫ് വുമണിന് കൊണ്ടുവന്ന വർഷം ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വുമൺ എന്ന് പറയുന്നത് 2001 നമ്മൾ നോക്കി. അതുപോലെ നമ്മൾ അടുത്ത് നോക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കുറച്ച് വർഷങ്ങൾ നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന കുറെ നിയമങ്ങൾ വന്ന വർഷങ്ങൾ നമ്മൾ